ഗുരുഭ്യോ നമഃ. തീർത്ഥം പാപഹരം പവിത്രം അറിവിൻ സാരസ്വതം സാഗരം സാർത്ഥം നിഷ്കളമാത്മബോധമഖിലാണ്ട പ്രേമപൂർണാകരം ദീപ്തം പാദയുഗം പ്രകാശനിലയം സച്ചിത് സുഖത്തിൻ പദം സത്യജ്ഞാനബലം തരുന്നൊരഭയം ശ്രീനീലകണ്ഠൻ ഗുരു. സത്യജ്ഞാനബലം തരുന്നൊരഭയം ശ്രീനീലകണ്ഠൻ ഗുരു. ഓം ഗുരുഭ്യോ നമഃ. 25-ാമത്തെ ശ്ലോകം. ഭൂയാസുർണോനുഭൂത്यै കരിപരിവൃഢസന്ത്രാണധൗരേയ നേത്രപ്രാന്താ ലോകേന്ദ്രജാല പ്രകടന പടസങ്കോചഭാവാ നിതാന്തം തേ മാവേലിക്കരാഖ്യാദ്ഭുത വിഭവ ഹരിക്ഷേത്ര മുഖ്യാന്തരാസ്ത ശ്രീകൃഷ്ണ സ്വാമി നിഷ്ഠാ സകല ദുരിത ഭിക്ഷകക്ഷാഗ്നിലീലാ. ഭൂയാസുർനോനുഭൂത്यै കരിപരിവൃഢ സന്ത്രാണധൗരേയ നേത്രപ്രാന്ത ലോകേന്ദ്രജാല പ്രകടന സങ്കോചഭാവാ നിതാന്തം തേ മാവേലിക്കരാഖ്യദ്ഭുത വിഭവ ഹരിക്ഷേത്ര മുഖ്യാന്തരസ്ഥ ശ്രീകൃഷ്ണ സ്വാമി നിഷ്ഠാഃ സകല ദുരിത ദുർഭിക്ഷ കക്ഷാഗ്നിലീലാഃ എന്ന് ശ്ലോകം. ഭൂയാസുഹു നഹ അനുഭൂത്यै കരിപരിവൃഢ സന്ത്രാണ ധൗരേയ നേത്രപ്രാന്താഃ ലോകേന്ദ്രജാല പ്രകടന സങ്കോചഭാവാഃ നിതാന്തം തേ മാവേലിക്കരാഖ്യദ്ഭുത വിഭവ ഹരിക്ഷേത്ര മുഖ്യാന്തരസ്ഥ ശ്രീകൃഷ്ണ സ്വാമി നിഷ്ഠാഃ സകല ദുരിത ദുർഭിക്ഷ കക്ഷ അഗ്നിലീലാഹ. ഇങ്ങനെയാണ് സന്ധിച്ഛേദം. സന്ധിച്ഛേദം ചെയ്യണമെങ്കിൽ തന്നെ ഇത്തിരി ദീർഘമായിട്ടുള്ള പദങ്ങളാണ്. ഓജോ ഗുണത്തിലാണ് നിൽക്കുന്നത്. ഓജോ ഗുണം, ഓജസ് എന്നൊരു ഗുണമുണ്ട് കാവ്യത്തിന്. മാധുര്യം, പ്രസാദം, ഓജസ്. അല്ല, ഓജസിന്റെ പ്രത്യേകത ഇതാണ്. നല്ല ദീർഘങ്ങളായിട്ടുള്ള സമസ്ത പദങ്ങള് ഉണ്ടാകും. അതിൽ തന്നെ ഇതിനേക്കാൾ കുറച്ചും കൂടെ ഒന്ന് കടുപ്പം, എന്നിട്ട് ഇതിൽ കുറച്ച് മയമുള്ള ഒരു ഓജസ് ആണ്. കാരണം എന്താന്ന് വെച്ചാല് ചിലതില് അങ്ങോട്ട് പോകുമ്പോ വളരെ കഠിനമായിട്ടുള്ള പദങ്ങളും ഘോഷപദങ്ങളും അധികര ഘോഷപദങ്ങളുടെ ഒക്കെ, അതുപോലെ ശഷസ ഇങ്ങനെയുള്ള മഹാപ്രാണങ്ങളായ വർണ്ണങ്ങളൊക്കെ ധാരാളം ഉപയോഗിക്കുകയും ചെയ്യും. പറയാൻ പോലും ചിലപ്പോ പറ്റിയെന്ന് വരില്ല. എന്നാലും ഇവിടെ കുറച്ച് മയമുള്ള ഈ ഓജോ ഗുണം തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? മാവേലിക്കരാഖ്യമായിട്ടുള്ള അദ്ഭുത വിഭവ ഹരിക്ഷേത്രം, അദ്ഭുത വിഭവങ്ങളായ അധകരങ്ങളായ വിഭവങ്ങളോടുകൂടിയ ക്ഷേത്രമാണ്, ഹരിക്ഷേത്രമാണ്. വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രമാണ്. വിഭവ ഹരിക്ഷേത്രത്തിലെ മുഖ്യ അന്തരസ്ഥ ശ്രീകൃഷ്ണ സ്വാമി നിഷ്ഠാഃ നേത്രപാദാഃ. നേത്രപാദങ്ങളാണ് ഭഗവാന്റെ നേത്രപാദങ്ങൾ. നേത്രങ്ങളെ പതിപ്പിക്കൽ. നേത്രങ്ങളെ പതിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ കടാക്ഷം. ആ കടാക്ഷം നഹ നിതാന്തം അനുഭൂത്यै ഭൂയാസുഹു. നഹ നമ്മൾക്ക് നിതാന്തം താന്തമാകാത്ത വിധത്തിൽ. താന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷീണിച്ചത് എന്നർത്ഥം. നിതാന്തം എന്ന് പറഞ്ഞാലോ ക്ഷീണമില്ലാത്ത വിധത്തിൽ, നിരന്തരമായി, അല്ലെ, കുറയാത്ത വിധത്തിൽ. കുറയാനും പാടില്ല, നിന്നു പോകാനും പാടില്ല, കുറയാനും പാടില്ല. അതാണ് അവിടെ പറയുന്നുണ്ട്. വേദത്തിലൊക്കെ ഗുരു
എങ്ങനെയുള്ള ആളായിരിക്കണം എന്ന് പറയുന്നത്. പറയാണ്, നൂറുകണക്കിന് ജലധാരകളിലൂടെ ജലം ഇങ്ങനെ വർഷിക്കുന്നത് പോലെ, നൂറുകണക്കിന്, ഒന്നല്ല. അതുപോലെ എന്തായിരിക്കണം, അത് നിന്നു പോകാൻ പാടില്ല, അതുപോലെ അത് കുറയാനും പാടില്ല. അതാണ്, അതങ്ങനെ ഒരു മന്ത്രമുണ്ട്. അത് നമുക്ക് നമ്മുടെ പാരമ്പര്യം അനുസരിച്ചിട്ട് നമ്മൾ പാവനങ്ങളായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആദ്യം ഗുരുവിനെ സ്തുതിക്കുന്ന ഒരു ഗുരുവിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. ഇവിടെ പറയുമ്പോ ശതധാരമുത്സം അക്ഷീയമാണം വിപശ്ചിതം പിതരം വക്വാനാം മേലിം മദന്തം പിത്രോരുപസ്ഥേ തം രോദസി പിപ്രതം സത്യവാചം. സത്യവാക്കായിരിക്കണം ഗുരു, സത്യമേ പറയാവൂ. ആ സത്യവാക്കായ ഗുരുവിൽ നിന്നുള്ള വാക്കുകൾ എങ്ങനെയാണ്? ശതധാരം, നൂറുകണക്കിന് ധാരകളായിട്ട് അങ്ങനെയാണ് വരണം എന്നാണ്. ഉത്സം, ഉത്സം എന്ന് പറഞ്ഞാല് അത് നിരന്തരമായിട്ട് വരുന്നത്. അക്ഷീയമാണ്, ക്ഷീയം ക്ഷയിക്കാത്ത, അതിന്റെ ശക്തി കുറയാനും പാടില്ല. അങ്ങനെയുള്ള വാക്കുകളോട് കൂടിയ ഗുരുവിനെ എന്ത് ചെയ്യട്ടെ എന്നാണ്, ഭഗവാൻ രക്ഷിക്കട്ടെ എന്നൊരു പ്രാർത്ഥന അവിടെ ഉണ്ട്. അപ്പൊ അതുപോലെ ഇവിടെ ഈ കടാക്ഷം അതെങ്ങനെയായിരിക്കണം? ആ കടാക്ഷം നിതാന്തം, താന്തമായി പോകരുത്. അപ്പൊ നല്ല ആ ഊർജ്ജസ്വലതയോടുകൂടി തന്നെയുള്ള ഊർജ്ജസ്വലത, ഭഗവാന്റെ കടാക്ഷത്തിന് ഊർജ്ജസ്വലതയൊന്നും കുറയില്ല ഒരിക്കലും. പക്ഷെ പിന്നെന്താണ് അപ്പൊ അവിടെ അങ്ങനെ പറയാൻ കാരണം? ഭഗവാൻ അങ്ങനെ ഒരു ഔദാസീന്യം നമ്മളോട് തോന്നരുത്, നമ്മുടെ പരിമിതി കൊണ്ടാണ് അങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നത്. അപ്പൊ നിതാന്തമായി അനുഭൂതിയായി, അനുഭൂതിക്ക് കാരണമായി തീരട്ടെ. അനുഭൂതിക്ക് ഭൂയാത് ഭൂയാസ്താം ഭൂയാസു, ആശീർലിംഗാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അനുഭൂതിക്ക് കാരണമായി തീരുമാറാകട്ടെ എന്ന ആശംസയാണ് ഇതിലുള്ളത്. അപ്പൊ ഭഗവാന്റെ കടാക്ഷമാണ് എവിടെയുള്ള, എങ്ങനെയുള്ള ഭഗവാന്റെ കടാക്ഷമാണ്? ശ്രീകൃഷ്ണസ്വാമി നിഷ്ഠാഹ, ശ്രീകൃഷ്ണസ്വാമിയിൽ നിഷ്ഠങ്ങളായിട്ടുള്ള, നിശേഷേണ സ്ഥിതങ്ങളായിട്ടുള്ള ഭഗവാനിൽ ആ കടാക്ഷം എപ്പോഴും ഉണ്ട്. നമ്മൾ ചിലപ്പോ ഭഗവാൻ ഉറങ്ങുന്നതായിട്ടൊക്കെ നമ്മൾ സങ്കല്പിക്കും. എങ്ങനെ സങ്കല്പിച്ചാലും എന്താണ് അത് നമ്മളിൽ, ആ കടാക്ഷം എല്ലായ്പ്പോഴും നമ്മളിൽ ഉണ്ട്. നമ്മൾ ചില ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോ, അവിടെ ഉടുപ്പിയിലൊക്കെ പോകുമ്പോ എങ്ങനെയാണ്, അവിടെ വൈകുന്നേരം ഭഗവാനെ ഉറക്കുന്ന, തൊട്ടിലായിട്ട് ഉറക്കുന്ന ചില രീതികളൊക്കെ അവിടെ ഉണ്ട്. കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ആരെങ്കിലും ഒക്കെ. അപ്പോ അവിടെ എന്താണ്, അങ്ങനെ ഭഗവാൻ ഉറങ്ങിയാലും അത് നമ്മുടെ സങ്കല്പത്തിലാണ്. ഭഗവാൻ ഇനി ഉറങ്ങും. നമ്മുടെ ആ എന്താണ്, ഭഗവാനോടുള്ള ഭക്തി അതിരേകം കൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ പറയുക. ഭഗവാൻ അങ്ങനെ ഒരു നിദ്രയുടെ ആവശ്യമില്ല. എന്നാലും ഭഗവാനെ, അങ്ങ് ഈ സമയം മുഴുവൻ ഞങ്ങളെ കാത്തു പരിപാലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇനി അങ്ങൊന്ന് വിശ്രമിക്കൂ. ഇതാണ് അങ്ങനെയല്ലേ അമ്മമാര് കുട്ടികൾക്ക് എങ്ങനെയാ ഭക്ഷണം, കുട്ടികൾക്ക് വേണ്ടെങ്കിലും ഇത്രയും കൂടെ കഴിക്കൂ എന്ന് കൊടുക്കും അല്ലെ? കുട്ടിക്ക് വേണ്ട, എന്താണ് അമ്മയുടെ കുഞ്ഞിനോടുള്ള ആ സ്നേഹം, വാത്സല്യം, അതിരേകം, വാത്സല്യാതിരേകം അതിന് സമ്മതിക്കുന്നില്ല. നമ്മളെപ്പോഴും അങ്ങനെയാണ്. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളുകളാവുമ്പോ അവരെ നമ്മൾ പലതിനും നിർബന്ധിക്കും, അവർ വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെയുള്ള ഒരു നിർബന്ധമായിട്ട് നമ്മൾ കണക്കാക്കിയാൽ മതി. എന്ത്, ഈ ഭഗവാനെ ഉറങ്ങട്ടെ, ഭഗവാൻ ഇനി നട അടയ്ക്കാം, ആരും ഇനി ഭഗവാനെ ശല്യപ്പെടുത്തരുത് എന്നുള്ളതൊക്കെ നമ്മുടെ സങ്കല്പം ആണ് അതൊക്കെ. അപ്പൊ ഭഗവാനിൽ സദാ എന്താണ്, നിവിഷ്ടങ്ങളാണ്, സദാ സന്നിഹിതങ്ങളാണ് ഈ നേട്ടങ്ങൾ, ഈ കടാക്ഷങ്ങളൊക്കെ എന്നാണ് ശരിക്കും അതിന്റെ താത്പര്യാർത്ഥം. അപ്പോൾ ഇത് എങ്ങനെയുള്ളതാണ് ഈ കടാക്ഷങ്ങള്? ലോക ഇന്ദ്രജാല പ്രകടന സങ്കോചഭാവ, പ്രകടന പട സങ്കോചഭാവങ്ങളാണ് ഭഗവാന്റെ ഈ കടാക്ഷങ്ങൾ. ലോക ഇന്ദ്രജാല പ്രകടന പടങ്ങൾ, ലോകത്തിലെ നടക്കുന്ന ഇന്ദ്രജാലങ്ങളെ പ്രകടിപ്പിക്കുന്നതിനുള്ളതായ പടം. നമ്മളെപ്പോഴും ഈ പടം നമുക്ക് അറിയാലോ, തിരശ്ശീലകളൊക്കെ നമ്മൾ കഥകളിക്കൊക്കെ പോകുമ്പോ തിരശ്ശീല കാണാം അല്ലെ? കൂടിയാട്ടത്തിനൊക്കെ പോകുമ്പോ തിരശ്ശീല പിടിക്കുന്നുണ്ട്. അപ്പൊ ഈ തിരശ്ശീല പിടിക്കുന്നിട്ട് അതിലൂടെ ആ കഥാപാത്രം വന്നിട്ട് എന്ത് ചെയ്യും? ഒരു തിരനോട്ടം നടത്തും അല്ലെ? തിരനോട്ടം നടത്തും. ആ തിരനോട്ടം നടത്തി ആ തിരശ്ശീല അങ്ങോട്ട് ചിലപ്പോ ചിലരങ്ങോട്ട് വലിച്ച്
എറിയുന്നത് കാണാം, കൊണ്ടുപോകും എന്നുള്ള മട്ടിലാണ്. അതങ്ങ് മാറ്റുമ്പോ എന്താണ് ഉണ്ടാവുന്നത്? നമ്മൾ ആ ശരിയായ ആ നടനെ നമ്മൾ അവിടെ കാണുകയാണ് ചെയ്യുന്നത്. ഇതിനോട് ഉപമിച്ചിരിക്കുകയാണ് നീലകണ്ഠ സ്വാമിയുടെ തീർത്ഥപാദര്. എന്തിന്? ഭഗവാന്റെ കടാക്ഷം, ഭഗവത് അനുഭൂതി, ഭഗവത് അനുഭൂതി നമുക്ക് ഉണ്ടാകുന്നതിന്. നോക്കൂ, എന്തൊരു ഭാവനയിലാണ് അദ്ദേഹം അത് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ തൊട്ട് മുമ്പത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞ ആ ഒരു അനുഭൂതി തലവും ഇതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവത്തില്. 24-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ എന്താണ് കണ്ടത്? യത്തേജോ ബ്രഹ്മനാഡ്യ ഉദ്ഗത ഭുജഗവധു ചാലനാക്ഷിപ്ത സോമാസിക്ത. അവിടെ ഏത് തേജസ്സാണ്? ബ്രഹ്മനാഡി. ആ ബ്രഹ്മനാഡിയിലൂടെ കുണ്ടലിനി ശക്തി ഉണർന്ന് ബ്രഹ്മനാഡിയിലൂടെ വരുന്ന സമയത്ത് ഉണ്ടാകുന്നതായ ആ ഒരു അനുഭൂതി വിശേഷം നമ്മളതിനെ പറഞ്ഞു. ആ സമയാചാരത്തിലൊക്കെ വരുന്ന പെട്ടെന്നുണ്ടാകുന്ന ആ ഭഗവത് സ്വരൂപം അങ്ങോട്ട് പ്രകാശിക്കുകയാണ് ശരിയായിട്ട് ഉള്ളിൽ. വലിയതായ ഒരു ആനന്ദാനുഭൂതി ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് അത്. അപ്പോ അതുവരെ നമ്മളിൽ ഉണ്ടാകാതിരുന്ന ആ അനുഭൂതി പെട്ടെന്ന് നമ്മളിൽ ഉണ്ടായത് എങ്ങനെയാണ്? ഈ തിരശീലയുടെ മാറ്റമാണ് അവിടെ ശരിയായിട്ട് ഉണ്ടാകുന്നത്. അപ്പോ അങ്ങനെയുള്ള ആ തിരശീലയെ മാറ്റുന്ന കടാക്ഷം ഭഗവാൻ നമ്മളെ കടാക്ഷിക്കുമ്പോ, കടാക്ഷിച്ചതായി നമുക്ക് അനുഭവപ്പെടുമ്പോൾ എന്താണ്? ഈ തിരശീല മാറി അവാച്യമായ ആ ഒരു എന്താ പറയാ, എക്സ്റ്റസി എന്നൊക്കെ പറയും, ആ ആനന്ദ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്. അതാണ് ലോക ഇന്ദ്രജാല പ്രകടന പടസങ്കോച ഭാവ. ഇന്ദ്രജാലത്തിന്റെ ആ പ്രകടനത്തെ നടത്തുന്ന, അവിടെ ഉപയോഗിക്കുന്ന പടത്തിനെ നീക്കം ചെയ്യുന്ന രൂപത്തിലുള്ളതാണ് ഭഗവാന്റെ കടാക്ഷം. പിന്നെ അതെങ്ങനെയാണ്? മാവേലിക്കരാഖ്യ അദ്ഭുത വിഭവ ഹരിക്ഷേത്ര മുഖ്യ അന്തരസ്ഥ. അതാണ് മാവേലിക്കര എന്നുള്ളതായ ക്ഷേത്രത്തിൽ അതെങ്ങനെയുള്ളതാണ്? വിഭവം, അദ്ഭുത വിഭവമായ ക്ഷേത്രം. അദ്ഭുതകരമായിട്ടുള്ള എന്താണ്? ആശ്ചര്യകരമായിട്ടുള്ള വിഭവങ്ങളോട് കൂടിയതാണ്. അപ്പൊ ആശ്ചര്യകരമായിട്ടുള്ള വിഭവങ്ങൾ അവിടെ നമ്മുടെ ഭൗതിക വിഭവങ്ങളല്ല എന്ന് നമ്മളവിടെ മനസ്സിലാക്കണം. അവിടെ എന്താണ് വിഭവം? എന്താണ്? ഭഗവത് കടാക്ഷം തന്നെയാണ്. അതിനപ്പുറം എന്ത് വിഭവമാണ് നമുക്ക് വേണ്ടത്? ഒരു വിഭവവും വേണ്ട. അപ്പൊ അതവിടെ വിശേഷേണ ഭവമാണ്, അതവിടെ വിശേഷേണ ഭവിക്കുന്നതാണ്. അപ്പൊ അദ്ഭുത വിഭവമായിട്ടുള്ള ആ ക്ഷേത്രത്തിലെ മുഖ്യ അന്തരസ്ഥനാണ് ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ. അപ്പൊ അവിടെ എന്തുണ്ടാവും? ക്ഷേത്രത്തില് പല പല ദേവതകളുടെ സാന്നിധ്യം അവിടെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ സങ്കല്പിക്കുന്ന ദേവതകളാണ്, അല്ലെ? അവിടുത്തെ നമ്മുടെ എന്താണ് അകത്തെ ബലിവട്ടത്തിലുള്ള ബലിക്കല്ലുകൾ തന്നെ നോക്കിയാൽ എത്രയാണ്? 21 ബലിക്കല്ലുകൾ അവിടെ ഉണ്ട്. എന്തുകൊണ്ടാണ് 21 ബലിക്കല്ലുകൾ അവിടെ വെച്ചിട്ടുള്ളത്? നമ്മൾ ഇതൊക്കെ സങ്കല്പിക്കുകയാണ്, ദേവതകളായിട്ട് സങ്കല്പിക്കുകയാണ്. രാവിലെ തന്നെ എന്താണ് നമ്മള് ദിക്കുകളെ വന്ദിക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ 4 ദേവതകളെ അവിടെ നമ്മൾ ധ്യാനിക്കുന്നു. ദേവതകള്, അല്ലെ? ഇന്ദ്രനും യമനും വരുണനും സോമനും, അതായത് കുബേരൻ. പിന്നെ വിദിക്കുകളുടെ ദേവന്മാര് ഉണ്ട്. ഇതെല്ലാം കൂടി 8. പിന്നെ മുകൾ ഭാഗത്ത് ഒരു ദേവനുണ്ട്, ബ്രഹ്മനുണ്ട്, താഴെ അനന്തനും ഉണ്ട്. 8 10 ദിക്കുകളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ 10 ദിഗ്ദേവതകൾക്കും പ്രതിനിധീകരിച്ചുകൊണ്ട് അവിടെ എന്തുണ്ട്? അവിടെ 10 കല്ലുകൾ അവിടെ ഉണ്ട്. പിന്നെ സപ്തമാതാക്കളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 7 കല്ലുകൾ അവിടെ ഉണ്ട്. പിന്നെ അവിടെ വൈശ്രവണനുണ്ട്, സുബ്രഹ്മണ്യനുണ്ട്, ധർമ്മശാസ്താവുണ്ട്, ദുർഗയും ഉണ്ട്. ദുർഗ സപ്തമാതാക്കളിൽ പെടറില്ല. അപ്പൊ ദുർഗയും ഉണ്ട്. അപ്പൊ എത്രയായി? 17 4 21. ഇതാണ് അവിടെ 21 ബലിക്കല്ലുകൾ തന്നെ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ പോകുമ്പോ നമുക്ക് കാണാൻ പറ്റും ഗണേശൻ തൊട്ട് പല പല ദേവതകളെ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്.
ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ സമാധാനത്തിനാണ്. വാസ്തവത്തിൽ ഒറ്റ ദേവതയെ ഉള്ളൂ. നമ്മൾ നേരത്തെ മന്ത്രം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, യച്ഛിന്തി ശശ്വതാതന ദേവം ദേവം യജാമഹേ എന്നുള്ളത്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ മുഖ്യമായിട്ട് നമ്മുടെ മനസ്സിൽ ആരാണ്? ഈ ശ്രീകൃഷ്ണ ഭഗവാനാണ്. ആ ഭഗവാന്റെ കടാക്ഷങ്ങൾക്കായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയുള്ള ആ ഹരിക്ഷേത്രത്തിന്റെ മുഖ്യ അന്തരസ്ഥ, മുഖ്യമായിട്ടുള്ള അന്തരസ്ഥൻ, അതിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നവൻ. അപ്പൊ എന്തില്ല? ഇതര ദേവതാ നിഷേധം അവിടെ ഇല്ല. മുഖ്യമായിട്ട് അവിടെ വർത്തിക്കുന്നു എന്നാണ്. നമ്മളങ്ങ് കടന്നു ചെല്ലുമ്പോഴേ ആദ്യമേ നമ്മൾ നമസ്കരിക്കുന്നത് ഈ ദേവന്റെ മുമ്പിലാണ്. അപ്പൊ അവിടെ ആ മുഖ്യം എന്നുള്ള പദം പ്രയോഗിച്ചപ്പോ എന്താണ്, മറ്റു ദേവതകളൊന്നും അപ്പൊ അവിടെ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. നിങ്ങൾക്ക് ഏത് രൂപത്തിൽ കാണണം അതൊക്കെ അവിടെ ഉണ്ട്. മുഖ്യമായി മായ അന്തരസ്ഥൻ, അന്തരത്തിൽ അഭ്യന്തരത്തിൽ സ്ഥിതി ചെയ്യുന്നവനായ ആ ദേവൻ. അങ്ങനെയുള്ള ശ്രീകൃഷ്ണസ്വാമി നിഷ്ഠാഹ, ശ്രീകൃഷ്ണൻ എന്ന് നാം പറയുന്ന സ്വാമിയിൽ നിഷ്ഠങ്ങളായിട്ടുള്ള ശ്രീകൃഷ്ണൻ എന്താണ്? കർഷയതി അരീൻ ഇത് കൃഷ്ണ, കർഷയതി ബന്ധാൻ ഇത് ശ്രീകൃഷ്ണ. ശൃംഖലാബന്ധങ്ങളെ എന്താണ്? കർഷണം ചെയ്യുന്നവൻ. കർഷണം ചെയ്യാന്ന് പറഞ്ഞാൽ കലപ്പ കൊണ്ട് ഇങ്ങനെ കർഷണം ചെയ്യാന്ന് കേട്ടിട്ടില്ലേ? ഭൂമിയെ കർഷണം ചെയ്യുക കൃഷിക്കായിട്ട്. അപ്പൊ അതെന്താണ്? ഇങ്ങനെ കീറി മുറിക്കുക എന്നാണ് അർത്ഥം. ബന്ധനങ്ങളെയെല്ലാം കീറി മുറിച്ച് കളയുന്ന കൃഷ്ണൻ. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ ജനിച്ചപ്പോൾ തന്നെ എന്തായി? കാരാഗ്രഹത്തിന്റെ ആ ബന്ധന ശക്തിയെല്ലാം മാറി, എല്ലാം എന്താണ്? അങ്ങ് തുറന്നു അവിടെ. അപ്പോ അതാണ് കൃഷ്ണൻ എന്നുള്ള വാക്കിന് തന്നെ അതാണ് അതിന്റെ താത്പര്യാർത്ഥം. കർഷയതി അരീൻ ഇത് കൃഷ്ണ, നമുക്ക് ശത്രുക്കളായി വർത്തിക്കുന്നത്, നമ്മുടെ മുന്നിൽ എന്താണ് പ്രതിബന്ധങ്ങളായി വർത്തിക്കുന്ന എല്ലാറ്റിനെയും നീക്കിക്കളയുന്ന ദേവനാണ് അത്. അപ്പോൾ ആ ദേവന്റെ മുന്നിൽ ശ്രീകൃഷ്ണ സ്വാമി നിഷ്ഠാഹ, ആ ദേവനിൽ നിഷ്ഠങ്ങളായ എന്താണ്? കടാക്ഷങ്ങൾ, വീക്ഷണങ്ങൾ. അവ പിന്നെ എങ്ങനെയുള്ളവയുമാണ്? വീണ്ടും അതിന് വിശേഷണം കൊടുക്കാണ്. സകല ദുരിത ദുർഭിക്ഷ കക്ഷ അഗ്നിലീലാഹ, സകല ദുരിത ദുർഭിക്ഷങ്ങളിലും കക്ഷാഗ്നി ലീലയോട് കൂടിയത്. എല്ലാ വിധത്തിലുമുള്ള ദുരിതങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലേശങ്ങൾ, അല്ലെ? ദുരിതങ്ങൾ, ക്ലേശങ്ങൾ, നമ്മൾ സാധാരണ പറയുന്ന അർത്ഥത്തിലുള്ള ക്ലേശങ്ങൾ. പക്ഷെ ദുരിതം എന്ന പദത്തിന് വേറെയും അർത്ഥമുണ്ട്. നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞു എന്ന് തോന്നുന്നു, അല്ലെ? നമ്മള് അസ്ഥിമജ്ജനം ചെയ്യുന്ന സമയത്ത് എന്താണ്? ഇതിലെ ദുരിതങ്ങളെ നീക്കിക്കളയട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ അഗ്നിയെ ഈ അസ്ഥിഖണ്ഡങ്ങളെ നമ്മൾ വെള്ളത്തില് ഒഴുക്കുന്നത്, അല്ലെ? ഈ ജലം ഈ ദുരിതങ്ങളെ യത്കിംച ദുരിതം മയി, അതോടൊപ്പം തന്നെ യദ്വാഹം അഭിദ്രോഹ, അഭിദ്രോഹം ചെയ്തതും എന്താണ്? ദുരിതങ്ങളാണ്. സഹജീവികളെ ദ്രോഹിക്കുന്നത് ദുരിതങ്ങളാണ്. അതെങ്ങനെയാണ് ദുരിതമാവുന്നത്? ഇതം, ദുഷ്ടമായ വിധത്തിൽ ഇതം എന്നുള്ളതിനർത്ഥം പോയത്. അപ്പൊ ദുർമാർഗഗമനം എന്നും കൂടെ എന്തിനർത്ഥമുണ്ട്? ദുരിതം എന്നുള്ളതിനർത്ഥമുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ക്ലേശങ്ങളെയും നമ്മൾ ദുർമാർഗഗമനം, നമ്മള് എന്താണ്? സത്യത്തിന്റെ ധർമ്മ്യമായ പാതയിൽ നിന്ന് വ്യതിചലിച്ചു പോയതിന്റെ പാപങ്ങളും എന്നാണ് അതിന്റെ അവിടുത്തെ അർത്ഥം. അപ്പോ അങ്ങനെയുള്ള നമ്മുടെ ദുർഭിക്ഷ കക്ഷാഗ്നിലീല, ദുരിതം, ദുർഭിക്ഷം സുഭിക്ഷതയുടെ അഭാവം, പലതിന്റെയും എന്താണ് അഭാവം നമുക്ക് ഉണ്ട്. അതിനെയല്ല ആ ദുരിതങ്ങളിലും ദുർഭിക്ഷങ്ങളിലും കക്ഷാഗ്നി ലീലയാടുന്നത്. കക്ഷ എന്ന് പറഞ്ഞാല് ഉണക്കപ്പുല്ലുകളാണ്. ആ പുല്ലുകളിൽ അഗ്നിലീലയാടുക. അഗ്നിയുടെ ലീല എന്താണ്? അതിനൊരു ഒരു ഇതങ്ങോട്ട് തീപ്പൊരി അങ്ങോട്ട് വീണാ മതി, എന്താണ്? ഒന്നിച്ച് അങ്ങോട്ട് തീർക്കും. അതുപോലെ അങ്ങോട്ട് ആളിക്കത്തും എന്നർത്ഥം. അപ്പൊ നമ്മുടെ ദുരിതങ്ങളിലും എന്ത് ചെയ്യുന്നു? നമ്മുടെ ദുർഭിക്ഷങ്ങളിലും ഭഗവാന്റെ കടാക്ഷങ്ങൾ കക്ഷാഗ്നി ലീല ആടുന്നു. അതുപോലെ എല്ലാറ്റിനെയും നീക്കിക്കളയുന്നു എന്നർത്ഥം. അങ്ങനെയുള്ള അവ എങ്ങനെയുള്ളതാണ്?
കരി പരിവൃഢ സന്ത്രാണ ധൗരേയ നേത്രപാത തേ അവ. അങ്ങനെയുള്ള അവ ആരാണ്? അവ കരിപരിവൃഢൻ. പരിവൃഢൻ എന്ന് പറഞ്ഞാല് ശ്രേഷ്ഠൻ. കരിപരിവൃഢൻ, കരിശ്രേഷ്ഠൻ. ആരാണത്? നമ്മുടെ ഗജേന്ദ്രൻ. ഗജേന്ദ്രനെ സംത്രാണം ചെയ്യുന്നതിൽ, സംത്രാണം ചെയ്യുന്ന ധൗരേയം. ധൗരേയം എന്ന് പറഞ്ഞാൽ ദുരന്ധരം. ദുരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാരം. ദൂഹു ഭാരം, അതിന്റെ ദിതിയാണ് ദുരം. ദുരംധരഹ ദുരത്തെ വഹിക്കുന്നത്, ഭാരവാഹി എന്ന് അർത്ഥം. ഭാരവാഹി എന്നുള്ള വേറെ വാക്കാണ് ദുരന്തരഹ. ദുരന്തരേയങ്ങളായ നേത്രപാദങ്ങൾ. അപ്പോ എന്താണ്? കരീന്ദ്രനെ മോചിപ്പിക്കുന്നത്. ഏറ്റവും സങ്കടം, പ്രാണസങ്കടം വന്നു അല്ലെ, മുതല പിടിച്ചു കരീന്ദ്രൻ. അതൊക്കെ നമുക്ക് ആ കഥകള് അറിയാമല്ലോ അല്ലെ. ഇന്ദ്രദ്യുമ്നൻ എന്ന പേരായ രാജാവാണ് കരീന്ദ്രനായത്. അഗസ്ത്യന്റെ ശാപം കൊണ്ടാണ് ആയത്. ഹൂഹു എന്ന് പറയുന്ന ഒരു എന്താണ് ഗന്ധർവനാണ് എന്ത് ചെയ്തത്? ശാപം കൊണ്ട് മുതലയായിട്ട് കരീന്ദ്രനെ പിടിച്ചതൊക്കെ നമുക്കറിയാം. അപ്പൊ അവിടെ എന്നാലും എന്താണ്? പ്രാണസങ്കടം എന്ന് പറയുന്നത് പ്രാണസങ്കടം തന്നെയാണ്. അതത്ര എളുപ്പമുള്ള ഒരു കാര്യമെന്നല്ല. പ്രാണസങ്കടം, അതിന്റെ വേദനയും അതിന്റെ ഭയവും അത്യന്തം ദുസ്സഹമാണ് അല്ലേ. ആ സങ്കടം അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് വേദന എങ്ങനെ ശരീരം മുറിയുന്ന വേദന തന്നെ ആയിക്കൊള്ളുന്നില്ല. ദുസ്സഹമായ ഭീതിയും. അത് നോക്കണമെങ്കിൽ നമ്മുടെ പൂച്ചയെ നോക്കിയാൽ മതി. പൂച്ച ഒരു എലിക്കുഞ്ഞിനെ പിടിച്ചു കൊണ്ടുവരണം. പാവം, ഈ പൂച്ചയുടെ വായിലാണ് ഇരിക്കുന്നത്. പൂച്ചയുടെ ഗന്ധം കേൾക്കുമ്പോൾ തന്നെ അത് പേടിച്ചു വിറയ്ക്കുകയാണ്. പൂച്ച ഒന്ന് പിടിച്ചു, എന്നിട്ട് എന്താണ് കൊണ്ടുപോയി ഒന്ന് വിട്ടു. ആശ്വാസത്തോടു കൂടി അത് ഓടുകയാണ്. പ്രാണരക്ഷാർത്ഥം അത് പായാണ്. പൂച്ച വളരെ എന്താണ് എളുപ്പമായിട്ട് വീണ്ടും അതിനെ പിടിച്ചുകൊണ്ടു. പാവം, അത് അനുഭവിക്കുന്ന ഒരു ഭയം എന്ന് ആലോചിച്ചു. പലപ്പോഴും ഈ പറയുന്നത് പോലെ നരകം എന്ന് നമ്മൾ പറയുമ്പോ, നരകത്തിലെ എന്താണ് പണ്ട് നമ്മൾ തീയിലിട്ട് വേവിക്കുന്നു, പിന്നെ അത്യന്തം ദുസ്സഹമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പറയും. ഇത് നരകം അങ്ങനെ ഒരു വലിയ അഗ്നികുണ്ടമൊന്നും ആയിക്കൊള്ളുന്നില്ല. നമ്മുടെ ഒരു പുനർജന്മവും എന്താകാം? നരകമാകാം. ഇവിടെയാണ് ഈ ക്രിസ്ത്യാനിറ്റിയും ഹിന്ദുയിസം തമ്മിലുള്ള അവർ പറയുന്ന ആശയങ്ങളുടെ ഒരു വ്യത്യാസം എവിടെയാണ്. ക്രിസ്ത്യാനിറ്റി പറയുന്നത് ദർ ഈസ് എ പർഗേറ്ററി എന്ന് പറഞ്ഞാൽ ഒരു ശുദ്ധീകരണ സ്ഥലം ഉണ്ട്. അവിടെ കൊടിയ പീഡകളൊക്കെ അനുഭവിച്ച് പാപങ്ങൾക്ക് പരിഹാരമാകുമ്പോൾ എന്താണ്? മുക്തി ലഭിക്കും എന്നാണ് അവിടെ പറയുന്നത്. ഹിന്ദുയിസം പറയുന്നത് എന്താണ്? ദർ ഈസ് എ പ്രോസസ് ഓഫ് പർഗേഷൻ. ശുദ്ധീകരണത്തിന്റെ ഒരു പ്രോസസ്സാണ്. അതെന്താണ്? വീണ്ടും ചിലപ്പോൾ ജലജീവിയായിട്ട് ജനിക്കും, ചിലപ്പോൾ കരജീവിയായിട്ട് ജനിക്കും, അല്ലെങ്കിൽ ദേവലോകത്താവും. എന്നാൽ പോലും എന്താണ്? അവിടെ മുക്തി ലഭിച്ചിട്ടില്ല. അപ്പൊ പല ജീവികളായിട്ട് ജനിക്കുമ്പോൾ പല പല ദുരിതങ്ങള് ഉണ്ടാകും. അപ്പൊ എന്താണ്? നരകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേകമായ ഒരു ക്യാമ്പിൽ കൊണ്ടുപോയിട്ട് വിഷമിപ്പിക്കലായിക്കൊള്ളണമെന്നില്ല. എന്താകാം? ഇതുപോലെ ഒരു ജീവിയുടെ കയ്യിൽ പെട്ടാലും മതിയല്ലോ. എന്തുമാത്രം സങ്കടമാണ് അനുഭവിക്കുന്നത്. പിന്നെ ചില ജീവികളുടെ പല ശീലങ്ങൾ. എന്തിനാണ് ജീവികൾക്ക് ഈ ശീലം? ചില ജീവികളുണ്ട്, ചില ഹിംസ്ര ജന്തുക്കള് ജീവനോടെ മാത്രമേ തിന്നുള്ളൂ അത്രേ. ചത്തു കഴിഞ്ഞാൽ പിന്നെ തിന്നില്ല, പ്രാണം പോയ പിന്നെ തിന്നില്ല. അതൊക്കെ നരകത്തിന്റെ പ്രതീകമല്ലാണ്ട് എന്താ പറയാ, ഒരു ജീവിയെ പിടിച്ച എന്താണ് അതിന്റെ തുടയിൽ നിന്നൊക്കെ തിന്നാൻ തുടങ്ങുക. അപ്പൊ എന്താണ്? ഇത് ചാവില്ല. അപ്പോ പിന്നെ എന്താണ്? അതിനേക്കാളൊക്കെ നോക്കുമ്പോ നമ്മുടെ പട്ടി എത്ര മിടുക്കനാ, കഴുത്തിന് പിടിച്ചിട്ട് ഒറ്റ കുടയിലാണ്. അതോടെ അനസ്തേഷ്യ കൊടുത്ത അനുഭവമായി, പിന്നെ ഒന്നും അറിയില്ല. അങ്ങനെയുണ്ട്. അപ്പൊ ഇതൊക്കെ ഇവിടെയൊക്കെ എന്താണ്? നമ്മൾ ഈ പറയുന്ന നരകം അല്ലേ? നരകം, നൃണം, നരന്മാർക്ക് അകം. അകം എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഃഖം. കം സുഖം, അകം ദുഃഖം അല്ലെ? നാഗം, എന്താണ് നാഗം? അകം ഇല്ലാത്ത സ്ഥല അവസ്ഥ നാഗം ആണ്. നമ്മൾ സ്വർഗത്തെ നാഗം എന്ന് പറയുന്നത്. അകം ദുഃഖം തന്നെയാണ്. നരന്മാർക്ക് നിരന്തരമായ ദുഃഖം, നരകം എന്ന് പറയുന്നത്. നിറ ശബ്ദമാണ് അത്. അകം ചേരുമ്പോ നര എന്നായിട്ട് മാറും. അങ്ങനെ നരകമാണ്. അപ്പോ ഇതൊക്കെയാണ്. അപ്പൊ ഇതൊന്നും നമ്മൾ വിശ്വസിക്കാണ്ടിരിക്കേണ്ട കാര്യമില്ല. എന്തായാലും എന്താണ്? ദുശ്ചേഷ്ടിതം ചെയ്തോ, പരിഹാരം ചെയ്തേ പറ്റുള്ളൂ. അത് ഇനിയിപ്പോ ഇവര് പറയുന്നത് പോലെ എന്താണ്? പർഗേറ്ററി എന്ന് പറഞ്ഞിട്ടൊരു ശുദ്ധീകരണ സ്ഥലമാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഭാരതീയ പാരമ്പര്യം പറയുന്നത് പോലെയുള്ള എ പ്രോസസ് ഓഫ് പർഗേഷൻ ആണെന്നുണ്ടെങ്കിലും ഇറ്റ് മസ്റ്റ് ബി
എന്താണ്? എക്സ്പീരിയൻസിന്. എന്തിനും നമ്മൾ കൊടുത്തേ മതിയാവുകയുള്ളൂ. വില എന്തിനും കൊടുക്കണം. അത് ഒരിടത്ത് കൊടുത്തില്ലെങ്കിൽ അത് ഒരിടത്തു നിന്ന് അത് ഈടാക്കാൻ വ്യവസ്ഥയുണ്ട് എന്ന് അർത്ഥം. അപ്പോ കരിപരിവൃഢ സന്ത്രാണ ധൗരേയ, കരിപരിവൃഢനെ ഗജേന്ദ്രനെ സന്ത്രാണം ചെയ്യുന്നതിനുള്ള ദുരന്തരനായവൻ. ദുരന്തരങ്ങൾ എന്താണ്? അതിന്റെ ഭാരം വഹിച്ചവ എന്നർത്ഥം. അത് ഏറ്റ് കരിപരിവൃഢനെ അവിടെ നിന്ന് മോചിപ്പിച്ചു. മുതലയിൽ നിന്ന് മാത്രമല്ല, പിന്നെ എന്താണ്? അദ്ദേഹത്തിന് മോക്ഷം തന്നെ നൽകി. എല്ലാ ലോകബന്ധങ്ങളിൽ നിന്നും മോക്ഷം നൽകിയ ആ നേത്രങ്ങൾ, ആ കടാക്ഷങ്ങൾ, സന്ത്രാണ ദൗരേയ അങ്ങനെയുള്ള നേത്ര പ്രാന്തങ്ങൾ എന്നാണ് പറഞ്ഞത്. നേത്രങ്ങളുടെ പ്രാന്തങ്ങൾ, വശങ്ങൾ എന്ന് പറഞ്ഞാൽ കടക്കൺ വീക്ഷണങ്ങൾ എന്ന് അർത്ഥം. അങ്ങനെയുള്ള കടക്കൺ വീക്ഷണങ്ങൾ നഹ നിതാന്തം അനുഭൂത്യൈ ഭൂയാസു. അപ്പൊ ഭഗവാന്റെ ആ കടാക്ഷം ഇതാണ്. ഇതിന് ഉദാഹരണങ്ങൾ നമുക്ക് വേറെയും കാണാൻ പറ്റും. നമ്മുടെ കുചേലൻ ഭഗവാനെ കാണാൻ പോകാണ്ടിരുന്ന ആളാണ്. അപ്പോ ഭാര്യ പറഞ്ഞു അല്ലെ, ഇല്ല ദാരിദ്ര്യാർത്ഥിയോളം വലുതായിട്ടൊരാർത്ഥിയും ഇല്ലം വീട് കുത്തുമാറായത് കണ്ടാലും അല്ലെ. ഇതൊക്കെ പറഞ്ഞിട്ടാണ് എന്താണ്? അന്ന് ഭിക്ഷയാചിച്ചു കൊണ്ടുവന്ന നെല്ലാണ് മൃദുകമാക്കിയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ അവിടെ എന്തില്ല? വെളിച്ചം പോലും ഇല്ല. ഇരുട്ടത്താണ് അതൊക്കെ കുത്തി ഒരുവിധം പൃഥുകമാക്കി തീർത്തത്. എന്നിട്ട് എന്താണ്? അത് കെട്ടിപ്പൊതിഞ്ഞാണ് കൊടുത്തയച്ചു. അപ്പൊ അതിൽ കല്ലുണ്ട്, നെല്ലുണ്ട്, എല്ലാം അതില് ഉണ്ട്. അന്നത്തെ റേഷനറിയുടെ ഒരു അവസ്ഥ തന്നെയാണ് അന്ന് ഉണ്ടായിരുന്നത്. അപ്പൊ എന്നിട്ട് എന്താണ്? ഭഗവാൻ അതൊന്നും നോക്കിയില്ല. ഭഗവാൻ എന്താണ്? എന്നെ കാണാൻ വന്നുവല്ലോ, എനിക്കായിട്ടൊരു എന്താണ് ഒരു ഉപഹാരം കൊണ്ടുവന്നല്ലോ, അതങ്ങ് വാരി തിന്നു. ഭഗവാൻ അങ്ങനെ നോട്ടങ്ങളൊന്നും ഇല്ല. ലക്ഷ്മി ദേവിയാണ് കൈ പിടിച്ചത്. മതി അത് തിന്നത്. പ്രഷർ ഷുഗറൊക്കെ ഉള്ള ആളാണ്. മതി അങ്ങോട്ട് വാരി അങ്ങോട്ട് തിന്നെ. ശാസ്ത്രത്തിലൊക്കെ ഉണ്ടാവും. എന്താണെങ്കിലും എന്താണ് അവിടെ കുചേലൻ ഒന്നും ചോദിച്ചില്ല. നമ്മൾ പലപ്പോഴും അങ്ങനെയാണല്ലോ. നമ്മൾ നല്ല സുഹൃത്തുക്കളെയൊക്കെ കാണുമ്പോ ഇയാളോട് പല കാര്യങ്ങളും പറയാനുണ്ടെന്ന് വിചാരിക്കും. സുഹൃത്തിനെ കണ്ട സന്തോഷത്തിൽ എന്താണ് പോയ കാര്യങ്ങൾ തന്നെ മറന്നിട്ട് ഇങ്ങോട്ട് പോരും. പ്രധാനപ്പെട്ട കാര്യം പറയാനാവും പോയിണ്ടാവുക. മകന്റെ കല്യാണം വിളിക്കാനാവും പോയിണ്ടാവുക അവിടെ. എന്നിട്ട് എന്താണ് അത് മാത്രം പറയാണ്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ടാവും. അപ്പോ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടാവാറുണ്ട്. ചിലരപ്പോ ഇന്നലെ കല്യാണം പറഞ്ഞില്ലല്ലോ ചിലർ വിചാരിക്കും. നല്ല സുഹൃത്തുക്കൾ എങ്ങനെയാ? കല്യാണം പറയണോ എന്നോട്? ഒന്നും വേണ്ട. എന്താണ്? ഞാൻ അങ്ങോട്ട് പോവാണ്, താനും റെഡിയാവാ ഭാര്യയോട് പറയും അല്ലേ. എല്ലാവരും പിള്ളേരുണ്ടെങ്കിൽ അവരെ വിളിച്ചോളൂ അല്ലേ അയാളുടെ വീട്ടില്. കാരണം അവിടെയാണ് സൗഹൃദം. അവിടെ എന്തില്ല? ഉപചാരങ്ങള് നോട്ടമില്ല. ഇനി ഉപചാരങ്ങളിൽ വലിയ കാര്യമില്ല. ഉപചാരം അല്ലെ, നമ്മുടെ മഹാകാവ്യങ്ങൾക്കൊക്കെ പ്രൗഢമായിട്ടുള്ള വ്യാഖ്യാനം എഴുതിയിട്ടാണ് മല്ലിനാഥൻ. മല്ലിനാഥൻ പറയുന്നുണ്ട് എന്താണ്? ഇത് പറയുന്നതേ പരനെ പ്രീണനത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന എന്താണ് അസത്യവാക്യമാണ് ഉപചാരം. എന്താണ്? പരസ്യ പ്രീണനായ യത് അസത്യകഥനം സ ഉപചാര. മറ്റൊരാളെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അസത്യമാണെങ്കിലും പറയാം. എന്താണ്? അയാൾ സന്തോഷിച്ചോട്ടെ, എന്തിനാ അയാളെ വിഷമിപ്പിക്കണേ എന്ന് വിചാരിച്ചിട്ട് ഇല്ലേ. ക്ലാസ് മോശമായി എന്നാലും വേണ്ടില്ല, നന്നായി കേട്ടോ എന്ന് പറയാ. അപ്പൊ എന്താണ് പറയുന്നത്? എന്താണ്? അസത്യമാണ്. പക്ഷെ ലക്ഷ്യം എന്താണ്? പരസ്യ പ്രീണനം. ഇങ്ങനെ മറ്റൊരാളെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സത്യമാണെന്ന് നമുക്ക് ബോധ്യമില്ലെങ്കിലും പറയുന്നതാണ് ഉപചാരം എന്നൊരു നിർവചനം ഉപചാരത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഉപചാരം ഇല്ലാതിരിക്കുന്നതാണ് എന്ത്? ഏറ്റവും വലിയ അടുപ്പം. ഉള്ളതുപോലെ പറയുക. ഇരിക്കട്ടെ. അപ്പൊ അത് നമ്മൾ അവിടെ കാണുന്നു. ആര്? കുചേലന്റെ ചരിതത്തിൽ നമ്മളത് കാണുകയാണ്. കുചേലൻ വിഷമിച്ചു വിട്ടു. അയ്യോ ഇനിയിപ്പൊ എന്താ പറയാ പത്നിയോട്? അവിടെ ചെന്നിട്ട് ചെന്ന കാര്യമൊന്നും ചോദിച്ചില്ല അല്ലേ. വണ്ടിക്കൂലിയാണ്, വണ്ടിക്കൂലിയെങ്കിലും ചോദിക്കാമായിരുന്നു അല്ലെ. സുധാമാവ് തന്നെയാണ് പോയത്. പത്നിയാ പോയെന്ന് വെച്ചാൽ പിന്നെ വണ്ടിക്കൂലി വേണ്ടാന്നെങ്കിലും വിചാരിക്കാം. ഇവിടെ അതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ എന്താ പറയാ വിചാരിച്ചു നോക്കുമ്പോഴാണ് വന്നിട്ട് നോക്കുമ്പോ എല്ലാം
താൻ വിഭാവനം ചെയ്യുന്നതിനേക്കാൾ അപ്പുറമുണ്ട്. ഇങ്ങനെയുള്ളതാണ് ഭഗവാന്റെ കടാക്ഷങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള കടാക്ഷങ്ങൾ നമുക്കെന്നും അനുഭൂതിക്ക് കാരണമായി, അനുഗ്രഹങ്ങൾക്ക് കാരണമായി ഭവിക്കുമാറാകട്ടെ. ഈ ശ്ലോകത്തിന്റെ അർത്ഥം. അപ്പൊ അവിടെ മായയുടെ കാര്യം പറഞ്ഞു. നമ്മൾ ശ്രീനാരായണ ഗുരു ആണെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, നീയല്ലോ മായയും മായാവിയും മായയെ നീക്കി സായുജ്യം നൽകും ആര്യനും, ഇല്ലേ? പറയുന്നുണ്ട്, ദേവദശകത്തിൽ പറയുന്നുണ്ട്. ഭഗവാനാണ് മായ ഉണ്ടാക്കുന്നത് അദ്ദേഹം തന്നെയാണ്, മായയെ മാറ്റുന്നതും അദ്ദേഹമാണ്, മായയിൽ വിനോദനം ചെയ്യുന്നവനും അദ്ദേഹമാണ്. എല്ലാം മാറ്റി സായുജ്യം നൽകും. ആ ഒരു അനുഭൂതി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് ഈ ശ്ലോകത്തിന്റെ താല്പര്യം. അത് നമുക്ക് എല്ലാ ദുരിതങ്ങളെയും, ഇനി തൊട്ട് ദുരിതം എന്ന് പറയുമ്പോൾ ഈ രണ്ടർത്ഥം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണം, അല്ലെ? പ്രത്യേകിച്ച് പറയണ്ടേ, എല്ലാ ദുരിതങ്ങളെയും നീക്കട്ടെ, പാപക്കറകൾ നീക്കട്ടെ, ക്ലേശങ്ങളെ നീക്കട്ടെ എന്ന് അർത്ഥം. ഭൂയാസുർന്നോനുഭൂത്യൈ കരിപരിവൃഢ സന്ത്രാണ ദൗരേയ നേത്രപ്രാന്താഃ ലോകേന്ദ്രജാല പ്രകടന പട സങ്കോച ഭാവാദിതാന്തം തേ മാവേലിക്കരക്യദ്ഭുത വിഭവ ഹരിക്ഷേത്ര മുഖ്യാന്തരസ്ഥ ശ്രീകൃഷ്ണ സ്വാമി നിഷ്ഠാഃ സകല ദുരിത ദുർഭിക്ഷ കക്ഷാഗ്നിലീലാഃ. എല്ലാത്തിനെയും നീക്കിക്കളയട്ടെ എന്ന് അതിന്റെ അർത്ഥം. ഇനി അടുത്ത ഞാൻ അതിന്റെ ഒരു ശ്ലോകം അത് സാറിന്റെ വ്യാഖ്യാനത്തിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് കുറച്ച് തിരുത്തി സാറിന്റെ ക്ലാസ് കിട്ടിയപ്പോ അത് ഒന്ന് മെനിക്ക്. ഈ ലോകമാകും ഇന്ദ്രജാല പ്രകടനത്തിൻ തിരശീല മാറ്റുന്ന പോൽ മാവേലിക്കരയിലെ അത്ഭുത വിഭവ സമ്പന്നമാകും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇരുന്നരുളും മുഖ്യമൂർത്തിയായി സകല ദുഃഖ ദുരിതങ്ങളാം ഉണക്കപ്പുല്ലെല്ലാം എരിച്ചു കളയും അഗ്നിയായി ലീലയാടിയും ഗജേന്ദ്രനു മോക്ഷമേകും വിധം കരുത്താർന്നതിൻ ഭാരം വഹിച്ചതുമാം അങ്ങേ കടക്കണ്ണിൻ കടാക്ഷങ്ങൾ നമുക്കനുഗ്രഹമായി അനുഭൂതി നിദാനമായി തീർന്നിടട്ടെ സദാ സർവദാ. കേമായിട്ടുണ്ട്, ഒരു ദോഷവും ഇല്ല, നന്നായിട്ടുണ്ട്. ശരി ശരി ശരി. അപ്പൊ നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. സർഗസ്ഥിത്യന്തകൃത്യ വ്യസനി വിധി വിരിഞ്ചേശ്വര പ്രാണിതേ പ്രാഗ്യദ്ഭൂതാധാര ഭൂതാനുദയ ലയ പരാകാശ മാത്രാവകാശ ജാതാ അർജുന്യായയാസ്മോ വയമഹിത ഹൃതാസ്തർണകാ പൂർണകാമാഃ സാ സേനാവ്യൂഹ വൃത്താധൃതവസതി പരാ ദേവതാ അവ്യാകൃതാവ്യാത് എന്ന്. സർഗസ്ഥിത്യന്തകൃത്യ വ്യസനി വിധി വിരിഞ്ചേശ്വര പ്രാണിതിഹി പ്രാക് യത് ഭൂതാധാര ഭൂതാനുദയ ലയ പരാകാശ മാത്രാവകാശ ജാത അർജുന്യ യയാ സ്മഃ വയം അഹിത ഹൃതാസ്തർണകാഃ പൂർണകാമാഃ സാ സേനാവ്യൂഹ വൃത്താധൃത വസതി പരാ ദേവത അവ്യാകൃത അവ്യാത് രക്ഷിക്കുമാറാകട്ടെ എന്ന് അർത്ഥമാണ്. നഹ അവ്യാത് നമ്മളെ രക്ഷിക്കട്ടെ. ആരാണ് രക്ഷിക്കേണ്ടത്? അവ്യാകൃത ദേവത, അവ്യാകൃതയായ ആ ദേവത, ആ ദേവത്വം, അത് നമ്മളെ രക്ഷിക്കട്ടെ. അവ്യാകൃത, വ്യാകൃതയല്ല, വ്യാകരിക്കപ്പെട്ടിട്ടില്ല. വ്യാകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാകരണം ഒക്കെ നമുക്കറിയാം. വ്യാകരണം എന്താണ്? കൃത്യമായ ഒരു രൂപം, നിയതമായ ഒരു രൂപത്തെ എന്താക്കി തരിക, നമുക്ക് ഉളവാക്കി തരിക. അതാണ് വ്യാകരണം ചെയ്യുന്നത്. കൃത്യമായിട്ട് ഒരു പദം, അല്ലെ? അപ്പൊ അതിൽ നിന്ന് അതിന്റെ പ്രത്യയങ്ങൾ വെച്ച് അതിന്റെ എന്താണ് ധാതു എന്താണ്, അതിലെന്താണ് നമ്മൾ പ്രിഫിക്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് മുൻപില്
അല്ലെ? ഉപസർഗം, എന്ത് പ്രത്യയം അതിനുണ്ട്. ഓരോ പദവും വെക്കുമ്പോ എന്താണ് അതിന് കൃത്യമായ രൂപം പറയാണ് അല്ലെ? പതി എന്നുള്ള പദം പുല്ലിംഗവുമാണ് സ്ത്രീലിംഗവുമാണ്, നമ്മൾ നേരത്തെ പറയണ്ടായി. അപ്പൊ അതിനകത്ത് എന്തുകൊണ്ടാണ് പത്നി എന്നായത്? പത്യൂർന്നോ യജ്ഞസംയോഗേ, യജ്ഞകാര്യങ്ങളിൽ ഭർത്താവിന് തുണയായിരിക്കുന്നവൾ എന്നർത്ഥത്തിലാണ് എന്ത് ചെയ്യുന്നത്? ന എന്ന പ്രത്യയം വെക്കുന്നത്. അപ്പൊ നമ്മൾ ധർമ്മപത്നി എന്ന് പറയേണ്ട കാര്യമില്ല. എന്താണ് ആ പത്നി എന്ന വാക്കിന് എന്തുണ്ട്? ധർമ്മത്തിലിരിക്കുന്നു, ധർമ്മം ചെയ്യുന്നവൾ. ധർമ്മ്യമായ കാര്യം ചെയ്യുമ്പോൾ അതിന് എല്ലാ സന്നാഹങ്ങളും ഒരുക്കി നമ്മുടെ കൂടെ നിൽക്കുന്നതാണ് പത്നി, അല്ലെ? ധർമ്മ്യമല്ല എന്ന് തോന്നുമ്പോഴോ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുകയും ചെയ്യും, അതിന് സഹായിക്കില്ല. അവ പത്നിയുടെ ധർമ്മമല്ല എന്നാണ്. അപ്പൊ നമ്മുടെ ധർമ്മപത്നി എന്ന് പറയുന്ന ഒരു ആവർത്തനം വാസ്തവത്തിൽ അതിന് ഉണ്ട്. ഇരിക്കട്ടെ. അപ്പോ വ്യാകൃതമാണ്. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് നമുക്ക് പത്നി എന്ന പദം പറഞ്ഞപ്പോ ഈ അർത്ഥം കിട്ടിയത്? ധർമ്മ്യമായ കാര്യങ്ങളിൽ നമ്മളോടൊപ്പം ഇരിക്കുന്നവൾ. അത് വ്യാകരണം പറഞ്ഞിരിക്കുകയാണ്, അല്ലെ? അപ്പൊ വ്യാകൃതമായ ഒരു പദമാണ് എന്ത്? പത്നി എന്ന് ഉള്ളത്. അതുപോലെ ഓരോ പദവും ആ വിധത്തിൽ നിർണയിച്ചിട്ടുണ്ട്. നമ്മൾ മഹാവാക്യം, മഹദ്വാക്യമൊക്കെ നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. മഹത്ത് വാക്യം തന്നെ മഹത്തായാലേ മഹാവാക്യമാകുള്ളൂ. അല്ലെങ്കിൽ മഹാൻ പറഞ്ഞ വാക്യമാണെങ്കിൽ മഹദ്വാക്യം അല്ലെങ്കിൽ മഹദ്വചനം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ വ്യാകൃതമാണ്, ഇന്നതാണ് ഇത് കൃത്യമായിട്ട് എന്നുള്ളത്. എന്നാൽ ഇവിടെ ഈ ദേവത എങ്ങനെയാണ്? അവ്യാകൃതയായ ദേവത. ഈ ദേവതയ്ക്ക് എന്ത് രൂപമാണ് ഉള്ളത് എന്ന് നമുക്ക് പറയാൻ യാതൊരു നിവൃത്തിയും ഇല്ല. ഇവിടെ ഈ പടേനിയുടെ ദേവതയായിട്ട് വർത്തിക്കുന്ന ആ ദേവതയുടെ രൂപം എന്താണ്, അല്ലെ? പട നയിച്ച ദേവിയാണ്, പടയാണ് അവിടെ പ്രധാനമായിട്ടുള്ളത്. എന്നാലോ പുത്രസ്നേഹം കൊണ്ടങ്ങോട്ട് മസൃണ ചിത്തയായിട്ടങ്ങോട്ട് യുദ്ധവും നിർത്തിവെച്ച ദേവതയാണ്, അല്ലെ? അവിടെ എന്താണ് അസുര നിഗ്രഹം കലിയടങ്ങാതെ നിൽക്കുന്ന ആ ദേവത എന്താണ് മകന്റെ ചേഷ്ടകൾ കണ്ടപ്പോ എന്തായത്? ഒരു അമ്മ മാത്രമായി ഒരു ലൗകികയായ അമ്മയായിട്ട് അങ്ങോട്ട് മാറുകയാണ്. അവിടെ പടയനിയുടെ എന്താണ് ഐതിഹ്യത്തിൽ അങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പോൾ അപ്രകാരം ആ ദേവത എങ്ങനെയൊക്കെയാണ് ആ സവിശേഷതകൾ പറയാണ്. സർഗസ്ഥിത്യന്തകൃത്യ വ്യസനി വിധി വിരിഞ്ചേശ്വര പ്രാണിതിയാണ് ഈ ദേവത എന്നാണ്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങളാകുന്ന കൃത്യങ്ങളിൽ, അപ്പൊ അവിടെയാണ് നമ്മൾ പത്നിയുടെ കാര്യമൊക്കെ പറഞ്ഞ പോലെ തന്നെ കൃത്യം ആണ്. കൃത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കരണീയം, കാര്യം, അല്ലെ? കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ കർത്തം യോഗ്യം എന്നാണ് അർത്ഥം, അല്ലെ? നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം എന്ന് ചോദിച്ചാൽ എന്താണ്? നിങ്ങൾക്ക് എന്താ ഇവിടെ കർത്തവ്യം ഉള്ളത്? കരണീയം എന്താണ് ഉള്ളത്? കരണീയമുള്ളിടത്ത് ആരെയും മാറ്റാൻ ആർക്കും അധികാരമില്ല. അപ്പൊ കരണീയം. അപ്പൊ കൃത്യങ്ങളിൽ തുണയായിരിക്കുന്ന ദേവത ഈശ്വരൻ എന്ന് പറയുന്നത് എന്താണ്? ഇത് എന്റെ ശക്തിയാണ്, എന്റെ അഗ്രിമാ ശക്തിയാണ്. ഈ മായാഭിധാന ശക്തിരഗ്ര, എന്റെ അഗ്രിമമായ ശക്തിയാണ് മായ. എന്ത് ചെയ്യുന്നു? അത് ത്രിഗുണാത്മികയായിട്ട് രജസൃജതി ഭൂതാനി, രജോ ഗുണത്തോടു കൂടി സൃഷ്ടി നടത്തുന്നു. അപ്പൊ ആ ശക്തിയെ നമ്മൾ ബ്രഹ്മാവ് എന്ന് പറയും. രജസൃജതി ഭൂതാനി സത്വം തു പരിരക്ഷതി, സത്വഗുണത്തോടെ സൃഷ്ടിക്കപ്പെട്ട എല്ലാറ്റിനെയും സംരക്ഷിക്കുന്നു. അതെന്താണ്? അതിനെ നമ്മൾ വിഷ്ണു എന്ന പദം കൊണ്ട് വ്യവഹരിക്കുന്നു. തമസംഹര ധീമാനി, തമോ ഗുണം എന്ത് ചെയ്യുന്നു? എല്ലാറ്റിനെയും സംഹരിക്കുന്നു, തന്നിലേക്ക് അങ്ങ് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. വാത്സല്യം കൊണ്ട് ശിശുവിനെ മാറോടണയ്ക്കുന്നത് പോലെ എല്ലാറ്റിനെയും തന്നിലേക്ക് അങ്ങോട്ട് എടുക്കുന്നു. അതെവിടെയാണ്? അത് തമോ ഗുണമാണ്. അപ്പൊ ഇങ്ങനെ 3 ഗുണങ്ങളോട് കൂടി ഈ ദേവി എല്ലാ കർമ്മങ്ങളിലും എന്താണ്? ആ ശക്തിക്ക് അഥവാ ആ ഈശ്വരന് എന്തായി വർത്തിക്കുന്നു? തുണയായി വർത്തിക്കുന്നു എന്നർത്ഥം. അപ്പോ എങ്ങനെയാണ്? സർഗസ്ഥിത്യ അന്തകൃത്യങ്ങൾ, സർഗം, സ്ഥിതി, അന്തങ്ങളാകുന്ന ഇവയെ 3നെയും ചെയ്യുക അതിന്റെ കൃത്യത്തിൽ. അതിൽ വ്യസനിയായിട്ട്, അതിൽ എന്തായിരിക്കുന്നു? അതിൽ
വളരെയേറെ ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നു എന്നർത്ഥം. അവിടെ ആ വ്യസനം എന്നുള്ളതിന് നമ്മൾ സാധാരണ വിചാരിക്കുന്ന വിട്ടിരിക്കലല്ല. ആ വ്യസനമുണ്ടാകുന്ന സമയത്ത് ഏതു വിധത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടിയിരുന്ന അവസ്ഥയിൽ നമ്മൾ ശ്രദ്ധാലുക്കളാകുന്നുവോ അതുപോലെ ശ്രദ്ധാലുവായിരിക്കുന്നത് എന്നാണ് ഇവിടെ അർത്ഥം. വ്യസനം. അപ്പൊ വ്യസനം രണ്ട് വിധത്തിൽ നമ്മൾ പ്രയോഗിക്കുന്ന പദമാണ്. ഒന്ന് വ്യസനം എന്ന് പറഞ്ഞാൽ വിട്ടിരിക്കുക. നമുക്ക് സ്പൃഹണീയമായ അവസ്ഥകൾ നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ വ്യസനമാണ്. ആ അവസ്ഥയിൽ എപ്രകാരം നമ്മുടെ മനസ്സ് നമുക്ക് ശ്രേയസ്കരമായ അവസ്ഥയിൽ മുഴുകുമോ അങ്ങനെ ആ അവസ്ഥയിൽ മുഴുകുന്ന താത്പര്യത്തോടു കൂടി വർത്തിക്കുന്നതാണ് ഇവിടെ വ്യസനം എന്ന് പറയുന്നത്. അപ്പൊ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽ അങ്ങനെയുള്ള കൃത്യങ്ങളിൽ വ്യസനത്തോടുകൂടി ഇരിക്കുന്ന ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരന്മാർക്ക് പ്രാണനായി വർത്തിക്കുന്നു. അവർക്ക് ഏറ്റവും പ്രിയങ്കരിയായി വർത്തിക്കുന്നവളായ ആ ആ ശക്തി, ആ ദേവത അതെങ്ങനെയായിരിക്കുന്നു? ഭൂതാധാര ഭൂത അനുദയ ലയ പരാകാശ മാത്ര അവകാശയാണ് അത്. ഭൂതങ്ങളുടെ അനുദയത്തിലും പിന്നെന്താണ് ഭൂത അനുദയ ലയങ്ങളാകുന്ന അവസ്ഥയിൽ. ഭൂതങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് ഭൂതങ്ങൾ എവിടെയായിരുന്നു? ഈ ദേവിയാകുന്ന ആധാരത്തിലാണ് വർത്തിച്ചത്. ഇനി ഭൂതങ്ങൾ ലയം പ്രാപിക്കുമ്പോൾ അതെവിടെയായിരിക്കും? ഈ ദേവിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ചാന്തോക്യോപനിഷത്ത് പറയുന്ന അനുസരിച്ചിട്ട് നമ്മൾ ഉദാഹരണങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിന് പറയാണ് സ്വർണത്തിൽ നമ്മൾ എന്തുണ്ടാക്കി? നമ്മൾ ഒരു കങ്കണം ഉണ്ടാക്കി, അല്ലെങ്കിൽ കടക കങ്കണം ഒക്കെ ഉണ്ടാക്കി, നമ്മൾ വളയും കമ്മലും ഒക്കെ ഉണ്ടാക്കി. ഈ കമ്മൽ ഇതിന് മുമ്പ് എന്തായിരുന്നു? അതൊരു സ്വർണ്ണക്കട്ടിയായിരുന്നു. ഇനി ഇതെല്ലാം കഴിയുമ്പോൾ ഇതെന്തായിത്തീരും? ഇതിന്റെ ആഭരണത്വം മാറ്റുമ്പോൾ എന്താണ്? അത് വീണ്ടും ആ സ്വർണ്ണക്കട്ടിയായിട്ട് മാറും. ഇതുപോലെ ഈ ഭൂതങ്ങൾ ഉദ്ഭവിക്കുന്നതിന് മുമ്പ് അവയ്ക്ക് ആധാരം ഈ ശക്തിയായിരുന്നു, ഈ ദേവതയായിരുന്നു. ഇനി ഇവ വിലയം പ്രാപിച്ചാലും അവയ്ക്കുള്ള ആധാരവും എന്ത് തന്നെയാണ്? ഇത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ആത്യന്തികമായിട്ട് ഇത് തന്നെയാണ്. ആധാരമമ്മേ ആദേയവും നീ അണുവിലും അയിത്തേ നിത്യ സാന്നിധ്യമൂലം എന്നൊരു കവിത, ഒരു ശ്ലോകം ഉണ്ട്. അത് ആരുടെയാണ് ഞാൻ കൃത്യമായിട്ട് ഇപ്പോ ഓർക്കുന്നില്ല. അപ്പോ എന്താണ്? ആധാരങ്ങൾക്ക് ആധാരമായി വർത്തിക്കുന്നതിനും ആധാരമാണ്, ആധേയമായി വർത്തിക്കുന്നതിനും ആധേയമാണ്. അപ്രകാരമുള്ളതായ അദ്ഭുതകരമായ അവസ്ഥയിൽ വർത്തിക്കുന്നവൾ എന്നർത്ഥം. പിന്നെ പ്രാക് അഹിതഹൃതാഹ തർണകാഹ വയം യയാ അർജുന്യ പൂർണകാമാഹ ജാതാഹ. ഞങ്ങൾ മുൻപ് എന്തുണ്ടായിട്ടുണ്ട്? അഹിതന്മാര് ശത്രുക്കൾ ഞങ്ങളെ ഹരിച്ചിട്ടുണ്ട്. എവിടെ ശത്രുക്കൾ നമ്മളെ ഹരിച്ചത്? നമുക്ക് ഇങ്ങനെയുള്ള യാതൊരു ഈശ്വര ചിന്തയും ഇല്ലാതെ നമ്മൾ തന്നെയാണ് എല്ലാം എന്നൊക്കെ വിചാരിച്ച് നടന്ന ഒരു കാലമുണ്ട്. അപ്പൊ ശത്രുഭാവങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തി നടന്ന ആ സമയത്ത് ഇപ്പൊ ഞങ്ങൾ അങ്ങേ ധ്യാനിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുന്നു, അതുകൊണ്ടാണ്. അപ്പൊ മുൻപ് അഹിതർ തട്ടിക്കൊണ്ടുപോയ തർണകങ്ങളാണ് ഞങ്ങൾ എന്നർത്ഥം. തർണകങ്ങള് പശുക്കിടാങ്ങൾ വേദത്തിലൊക്കെ പറയുന്നുണ്ട്. പശുക്കളെ തട്ടിക്കൊണ്ടുപോയതായിട്ടൊക്കെ അവിടെ പറയുന്നുണ്ട്. ബൃഹസ്പതിയുടെ പശുക്കളെ ആരാണ്? ഈ പണികൾ എന്ന് പറയുന്ന അസുരന്മാർ തട്ടിക്കൊണ്ടുപോയതും അവയെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ദ്രൻ ആരെയാണ് നിയോഗിച്ചത്? സരമ എന്ന ശുനിയെ നിയോഗിച്ചു. ശുനി എന്ന് പറഞ്ഞാല് പെൺപട്ടി. ദേവലോകത്തുള്ള ശുനിയാണ് സരമ എന്ന് പറയുന്നത്. പക്ഷെ ആ സരമയും ഒരു ഋഷികയാണ്. അത് മറക്കാൻ പാടില്ല. നമ്മളൊക്കെ പല പല രൂപങ്ങൾ പലതിനും സങ്കല്പിക്കുമ്പോഴും പലരും പല പല രൂപമെടുത്തു എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഓർക്കേണ്ടത് അവിടെയൊക്കെ ഒന്നിനും ഒരു ജീവിക്കും ഒരു നികൃഷ്ടതയും ഇല്ല എന്ന് നമ്മൾ നിഷ്കൃഷ്ടമായി ഓർക്കണം, നിഷ്കർഷയോടെ ഓർക്കണം. ഒരു ജീവിക്കും ഒരു നികൃഷ്ടതയുമില്ല എന്ന് നിഷ്കർഷയോടെ നമ്മൾ ഓർക്കേണ്ടത്. അതാണ് ദേവശുനി പെൺപട്ടി. ആ ദേവശുനിയാണ് ആര്?
ഒരു ഋഷികയായിട്ട് എന്തെല്ലാം തത്വങ്ങളാണ് അവിടെ പറയുന്നത്. കൈക്കൂലിക്കെതിരെ ഒരു പക്ഷെ ശബ്ദിച്ചത് ഈ ശുനിയാണ്, ഈ സരമയാണ് കൈക്കൂലിക്കെതിരെ ശബ്ദിച്ചത്. ഈ പശുക്കളെ കണ്ടുപിടിച്ചപ്പോ അവര് പറയുന്നുണ്ട്, പകുതി പശുക്കളെ നിനക്ക് തരാം, നീ ഈ കാര്യം അവിടെ പോയിട്ട് പറയണ്ട, അല്ല കൈക്കൂലി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഉത്കോച കൈക്കൂലി, ഈ ഉത്കോചം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ അതിൽ വീണില്ല സരമ. സരമ പറഞ്ഞു എന്റെ ഡ്യൂട്ടി അതല്ല, ഞാൻ എന്താണ്, ഞാൻ ഇക്കാര്യം ഞാൻ അവിടെ അറിയിക്കും, നിങ്ങൾ എന്ത് ചെയ്തോളൂ, പശുക്കളെ വിട്ടുകൊടുത്തോളൂ, അല്ലെങ്കിൽ നിങ്ങൾ യുദ്ധത്തിന് തയ്യാറായിക്കോളൂ, ഇതാണ് എന്റെ പണി. അവർ സൗഹൃദം ഭാവിക്കാൻ തുടങ്ങി. എന്താണ്, നീ ഞങ്ങളുടെ സഹോദരിയല്ലേ, സഹോദരി സരമേന്നാണ് അവര് വിളിച്ചത്. അപ്പോ എന്താണ്, ആ വിധത്തിൽ ഒരു വൈകാരികമായിട്ടുള്ള ഒരു സ്വാധീനത്തിന് അവർ ശ്രമിച്ചു. പക്ഷെ സരമ എന്താണ് പറയുന്നത്, നാഹം ജാനാമി ഭ്രാതൃത്വം, എനിക്ക് ഭ്രാതൃത്വം അറിയില്ല, സഹോദരി ഭാവവും എനിക്കറിയില്ല. കാരണം എന്താണ്, ഞാൻ എന്റെ ഔദ്യോഗികമായ കൃത്യനിർവഹണത്തിലാണ്, അവിടെ ഇതൊന്നും അറിയില്ല. ഇപ്പൊ നോക്കൂ, ആ സന്ദേശം തരുത്ത ആരാ നമുക്ക്, സരമയാണ് തരുന്നത്. സരമയുടെ മക്കളാണ് ആര്, സാരമേയങ്ങൾ. സാരമേയം എന്താണ്, പട്ടിയാണ് അല്ലെ, നമ്മുടെ നാട്ടിലുള്ള പട്ടികൾ. അപ്പൊ പട്ടികൾ അങ്ങനെ തന്നെയല്ലേ അല്ലേ, നമ്മളോട് എന്താണ് യാതൊരു എന്താണ് നമുക്ക് വിരുദ്ധമായിട്ടുള്ള ഒന്നിനോടും കോംപ്രമൈസ് ചെയ്യാത്തതാണ് പട്ടി. യജമാന സ്നേഹത്തിന് പ്രസിദ്ധമാണ്. അപ്പൊ അത് ഈ സരമയിലൂടെയാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോ ആരെയും ഇനി ദേഷ്യത്തോടു കൂടി എന്ത് വിളിക്കാൻ പാടില്ല, പട്ടിയെന്നോ അല്ലെങ്കിൽ നായിന്റെ മോനെന്നൊന്നും ഇനി വിളിക്കാൻ പാടില്ല. അങ്ങനെ വിളിച്ചാൽ എന്താണ്, അത് ശരിക്കും പറഞ്ഞ നിന്ദയാണ്, ഈശ്വര നിന്ദയാണ്. അങ്ങനെ ഒരു സംഗതി അല്ല നമുക്ക് ഉള്ളത്. നമ്മുടെ ആ ഭാവം, ആ ആശയം നമ്മൾ ഓർത്തിരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു ആവശ്യമാണ് എന്നർത്ഥം. അപ്പൊ അങ്ങനെയുള്ള ഞങ്ങൾ എന്ത് ചെയ്യുന്നു, അർജുനിയായ നിന്നാൽ തിരിച്ചു കൊണ്ടുവരപ്പെടുന്നു. അർജുനി എന്ന് പറഞ്ഞാല് കാമധേനുവാണ്. അപ്പൊ കാമധേനുവായ നീ എന്ത് ചെയ്തു, ഞങ്ങളെ എല്ലാവരെയും തിരിച്ച് കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ എന്താണ് കാമങ്ങളെ സഫലമാക്കി, ഞങ്ങൾക്ക് വേണ്ടതെല്ലാം അങ്ങന്ന് സഫലമാക്കി തന്നു എന്നർത്ഥം, സാധ്യമാക്കി തന്നു എന്നർത്ഥം. അപ്പോ എന്താ ഇപ്പൊ അവിടെ പറഞ്ഞത്, പ്രാക് മുൻപ്, അഹിതഹൃദാഹ അഹിതന്മാരാൽ ഹരിക്കപ്പെട്ടവരായ തർണഗാഹ വയം, പശുക്കിടാങ്ങളായിരിക്കുന്ന ഞങ്ങൾ, യയാ അർജുന്യ, ഏതൊരു ധേനുവിനാലാണോ പൂർണ്ണകാമഹ ജാതഃ, പൂർണ്ണകാമരായി തീർന്നത്. പൂർണ്ണകാമരാവണമെങ്കിൽ എന്ത് വേണം, തട്ടിക്കൊണ്ടു പോകപ്പെട്ടവരിൽ നിന്ന് മോചിപ്പിക്കണം, അഭീഷ്ടങ്ങളെ പ്രദാനം ചെയ്യണം. അങ്ങനെ ആയിത്തീർന്ന പൂർണ്ണകാമഹ സ്മഹ, സ്മഹ എന്ന് പറഞ്ഞാൽ ആയി, എന്താണ്, ആകുന്നു എന്നർത്ഥം. അസ്മി സ്വഹ സ്മഹ, അസ്മി എന്നുള്ളതിന്റെ ബഹുവചനമാണ് സ്മഹ. അസ്മി, അഹം ബ്രഹ്മ അസ്മി എന്ന് പറയുന്നില്ലേ, രണ്ടുപേരാകുമ്പോ സ്വഹ, ബഹുവചനാകുമ്പോ സ്മഹ. ഇങ്ങനെ ഇങ്ങനെ ഒരു വസ്തുത ഉണ്ടല്ലോ, എന്ത്, അഹിതന്മാരാൽ ഹരിക്കപ്പെട്ടവരായ ഞങ്ങളെ തിരിച്ചു കൊണ്ടുവന്ന കാമധേനുവാണല്ലോ ഈ ദേവി. അങ്ങനെയുള്ള ഏതൊരു സത്യം നിലനിൽക്കുന്നുവോ അങ്ങനെയുള്ള ആ സത്യം സേനാവ്യൂഹ വൃത്ത അദ്ഭുത വസതിപര, സേനാവ്യൂഹ വൃത്തങ്ങൾ, അവിടെ എന്താണ്, പടയണിയുടെ ആ അടരാണ് അവിടെ പറയുന്നത്, യുദ്ധമാണ് അവിടെ പറയുന്നത്. സേനാവ്യൂഹ വൃത്തം, പടയണി വട്ടം, അവിടെ വൃത്ത ആദൃത വസതിപര, അവിടെ ആദാനം ചെയ്യപ്പെട്ട വസതിയോട് കൂടിയവൾ, അവിടെ സവിശേഷമായ സാന്നിധ്യത്തോടെ വർത്തിക്കുന്നവനും അവ്യാകൃതയും, എന്നാൽ നിയതമായിട്ട് ഇന്ന രൂപമാണെന്നൊന്നും പറയാൻ നിവൃത്തിയില്ല. അവ്യാകൃതയായിരിക്കുന്നവളും ആ ദേവി നമുക്ക് എന്തായി തീരണം, നമുക്ക് രക്ഷയ്ക്ക് കാരണമായി തീരണം, നമ്മളെ രക്ഷിക്കുമാറാകണം എന്നാണ്. അപ്പോ അവിടെ നമ്മൾ ഈ പടയണിയെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് അവിടെ എന്താണ്, എന്ത് സങ്കല്പത്തിലാണ് ഈ പടയണി നടത്തുന്നത്. തെക്കോട്ടൊക്കെയാണ് അത് കൂടുതലായിട്ട് ഉള്ളത് അല്ലെ, നമ്മുടെ കടമ്പനിട്ട അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്. കോട്ടയത്തും ചിലയിടത്തൊക്കെ നടത്താറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ഈ പറയുന്ന പോലെ കുട്ടികൾക്ക് കാണാൻ വേണ്ടിയിട്ട് കോളേജിലൊക്കെ അതിന് പടയണിക്ക് വേണ്ടിയിട്ട് ടീമിനെ കൊണ്ടുവന്ന് തെക്ക് നിന്നാണ്, അവിടെ കടമ്പനായിട്ട് ആണ് നമ്മളൊരു ടീമിനെ കൊണ്ടുവന്നിട്ട് കുട്ടികൾക്ക് കാണാൻ വേണ്ടിയിട്ട്
പടയണിയൊക്കെ നടത്തി കാണിച്ചത്. അപ്പോ അതിന്റെ പിന്നിലുള്ള സങ്കല്പം എന്താണ്? ദാരുകവധവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദാരുകനെ വധിച്ചു ദേവി. ദാരുകന്റെ ദുശ്ചേഷ്ടിതങ്ങൾ കണ്ട് ആകെ കലിയോടുകൂടിയ ദേവി എന്ത് ചെയ്തു? ദാരുകനെ വധിച്ചു. പക്ഷെ ദേവിയുടെ ആ കോപം അവിടെ അടങ്ങിയില്ല എന്നുള്ളതാണ്. എന്തെല്ലാം എന്താണ് ക്ലേശങ്ങളാണ് ഇയാള് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അങ്ങോട്ട് ദാരുകനെ വധിച്ച് ആ രക്തം വീഴ്ത്തിയിട്ട് പോലും എന്താവുന്നില്ല, കണ്ടച്ഛേദം ഗളച്ഛേദം ചെയ്ത് ആ രക്തധാരയെ ഒഴുക്കിയിട്ടും കലി ഒട്ടുന്നില്ല. എന്നിട്ട് എന്താണ്? വീണ്ടും ദേവി കലിയോട് കലിപ്പിലിരിക്കുന്ന സമയമാണ്. അപ്പോ പല വിധത്തിൽ എല്ലാവരും എന്ത് ചെയ്തു? എല്ലാവരും ദേവിയെ ആശ്വസിപ്പിക്കാൻ പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടത്തി, ദേവിയെ തണുപ്പിക്കാനായിട്ട്. ആരെന്ത് ചെയ്തിട്ടും രക്ഷയില്ലാതെയായി. അവിടെയാണ് നമ്മുടെ ആരുടെ പ്രത്യക്ഷം? സുബ്രഹ്മണ്യൻ അവിടെ പ്രത്യക്ഷം. സുബ്രഹ്മണ്യൻ എന്താണ് ചെയ്യുന്നത്? സുബ്രഹ്മണ്യൻ വന്നിട്ട് ദേഹത്താകെ പല പല എന്താണ് നിറങ്ങളൊക്കെ അങ്ങോട്ട് വാരിത്തേച്ചു, അല്ലെ കുട്ടികള്. അപ്പൊ ഒരു ഹോളി വേണമെങ്കിൽ അവിടെ നടത്തിയെന്ന് വേണമെങ്കിൽ പറയാം. പല പല നിറങ്ങളൊക്കെ ദേഹത്തൊക്കെ നിർത്തിയിട്ട് വാരിത്തേച്ചിട്ട് ഒരു പ്രത്യേകമായ രീതിയിൽ അങ്ങോട്ട് നൃത്തം ചെയ്തു ദേവിയുടെ മുന്നിൽ. കുട്ടിയുടെ ഈ ഭാവം കണ്ടപ്പോ എന്തായി തീർന്നു? അമ്മയുടെ മനസ്സ് വാത്സല്യ ആപ്ലാവിതമായി തീർന്നു, അല്ലെ? മെൽപ്പത്തൂര് പറയുന്ന പോലെ പീയൂഷാപ്ലാവിതോഹം എന്ന് പറഞ്ഞ പോലെ ഇവിടെ എന്താണ്? വാത്സല്യാപ്ലാവിതൻ ആയി തീർന്നു ദേവിയുടെ. അതിലങ്ങ് മുങ്ങിപ്പോയി ദേവി അർത്ഥം. എന്നിട്ട് എന്തായി തീർന്നു? അത് കണ്ടപ്പോ ദേവിയുടെ ആ കലിയെല്ലാം അടങ്ങി എന്നാണ്. അപ്പോ കലി പൂണ്ട ദേവിയെ എന്താണ്? മാതൃഭാവത്തെക്കൊണ്ട് വാത്സല്യ അതിരേകം കൊണ്ട് അതിലങ്ങ് ആപ്ലാവിതയാക്കി തീർത്ത അതിന്റെ ഓർമ്മയാണ് ഈ പടയണി നടത്തുന്നത്. അപ്പൊ അവിടെ ഈ ഒരു ഭാവം, കുട്ടികൾ, അമ്മ എന്ന് പറഞ്ഞാൽ ആരാണ്? അമ്മ ശിശുവിന് വേണ്ടിയിട്ടാണ്, അല്ലെ? കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അമ്മ. അമ്മയുടെ ശരീരം തന്നെ അതിനു വേണ്ടിയിട്ടാണ്, അല്ലെ? എന്താണ്? ശിശുവിനെ സ്വീകരിച്ച് ഉദരം, ഇതിനോടാണ് ഉദരം. ഉദരം എന്തായാലും കുക്ഷിയല്ല ഉദരം എന്ന് പറയുന്നത്, സ്റ്റൊമക്ക് അല്ല യൂട്രസ് എന്ന് പറയുന്നത്. അപ്പൊ കുക്ഷിയല്ല. കുക്ഷി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അന്നം കൊണ്ട് നിറയ്ക്കുന്ന വയറാണ്. ഉദരം എന്ന് പറയുന്നത് എന്താണ്? ഗർഭപാത്രമാണ്, അല്ലെ? ഉദീർണമായി തീരുക, ഭേദിക്കപ്പെടുന്നതാണ്. ആർക്കു വേണ്ടിയാണ്? ശിശുവിന് വേണ്ടി മാത്രം തുറക്കപ്പെടുന്നതാണ് ഉദരം എന്ന് പറയുന്നത്, യൂട്രസ് എന്ന് പറയുന്നത്. ആ ശിശുവിനെ അതെങ്ങനെയാണ്? ഐതരേയോപനിഷത്തൊക്കെ പറയുന്നത് കേട്ടാൽ എത്രയോ വലുതാണ് സ്ത്രീയുടെ മഹത്വം എന്ന് പറയുന്നുണ്ട്. അതെന്താണ്? ആ തന്റെ ഉള്ളിലേക്ക് വരുന്ന ശിശുവിനെ സ്വന്തം ശരീരം പോലെ ശരീരത്തിന്റെ ഭാഗമാക്കി അങ്ങോട്ട് സ്വീകരിക്കുന്നു. യഥാ സ്വമംഗം തഥാ, എങ്ങനെയാ തന്റെ ശരീരത്തിന്റെ അംഗം, അവയവം, അതുപോലെ ആ ശിശുവിനെ സ്വീകരിച്ച് അതിന് ലോകത്ത് ജീവിക്കുന്നതിന് വേണ്ട പ്രാപ്തി കൈവരുന്നത് വരെ ശിശുവിനെ വളർത്തുകയാണ് അമ്മ ചെയ്യുന്നത്. എന്നിട്ടാണ് ഭൂമിയിൽ ആ ശിശുവിനെ അവതരിപ്പിക്കുന്നത്. അപ്പോ ആ ശിശു എന്ത് കാണിച്ചാലും അമ്മയ്ക്ക് മനസ്സിലാവും, അല്ലെ? അതുകൊണ്ടാണ് കുട്ടി എന്ന് പറഞ്ഞാൽ കുട്ടി വെറുതെ ആദ്യമൊക്കെ ഇങ്ങനെ ഇതൊക്കെ പറയേണ്ടാവുള്ളൂ. എന്താ കുട്ടി പറഞ്ഞെന്ന് അതാ സമയത്ത് അമ്മ അച്ഛനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പൊ ഇങ്ങനെയാണ് പറഞ്ഞത്, അച്ഛൻ അന്ന് നേരത്തെ വരില്ല എന്നാണ് കുട്ടി ചോദിച്ചത്. എത്ര വ്യക്തമായിട്ടാണ് 28 കഴിയാത്ത കുട്ടി ചോദിച്ചത്, അല്ലേ? അതൊക്കെ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അതാരും അങ്ങനെ അല്ലാതെ പറയാൻ ഒരുമ്പടല്ല. അമ്മയ്ക്ക് അതൊക്കെ മനസ്സിലാക്കും. കാരണം എന്താണ്? അത് അമ്മയുടെ ശരീരത്തിന്റെ ഭാഗമാണ് അത്. ആ കുട്ടി എന്ത് കാട്ടിയാലും അതിന്റെ ഒന്നാം തരം ദൃഷ്ടാന്താണ് പടയണി, അല്ലെ? സുബ്രഹ്മണ്യൻ ദേഹത്ത് ഇതൊക്കെ അങ്ങ് വാരിപ്പൂശി. അപ്പൊ എന്തായി തീർന്നു? അത് കണ്ടപ്പോ അവൻ കാണിക്കുന്ന ആ കോപ്രായങ്ങളും ഒക്കെ കണ്ടപ്പോ എന്തായി തീർന്നു? അമ്മയുടെ മനസ്സ് വാത്സല്യപൂരിതമായി തീർന്നു എന്നാണ്. അതുപോലെ തന്നെ അമ്മ സുബ്രഹ്മണ്യനെ പോലെ കാണുന്ന ഏതെങ്കിലും വ്യക്തിക്ക് എന്തെങ്കിലും ദോഷമുണ്ടായാൽ അമ്മ സഹിക്കുകയുമില്ല. രഘുവംശ മഹാകാവ്യത്തിൽ കാളിദാസൻ ഇങ്ങനെ പറയുന്നുണ്ട്: അമം പുരപശ്യസി ദേവതാരും പുത്രീകൃതോ സൗവൃഷഭധ്വജേന യോ ഹേമകുംഭസ്തന നിസ്സൃതാനാം സ്കന്ദസ്യ മാതു പയസാമ്രസജ്ഞഃ. രാജാവേ, ഇത് അന്നൊരു വൃക്ഷം കാണുന്നില്ലേ? ഒരു ദേവദാരു വൃക്ഷം.
ഈ ദേവദാരു വൃക്ഷത്തെ മഹേശ്വരൻ ശ്രീ പരമേശ്വരൻ പുത്രനെ പോലെയാണ് കാണുന്നത്. അതുകൊണ്ട് പാർവതീദേവി സുവർണ കലശങ്ങളിൽ വെള്ളമെടുത്ത് ഇതിന് ഒഴിച്ചു കൊടുക്കുന്നു എല്ലാ ദിവസവും. പരിചാരകരൊന്നല്ല ഇതിന് വെള്ളം ഒഴിക്കണം. ശ്രീ പരമേശ്വരൻ പുത്രനെ പോലെ കണ്ടപ്പോ ആ ദേവദാരു വൃക്ഷത്തിന് പാർവതീദേവി യോ ഹേമ കുംഭസ്തന നിസൃതാനാം സ്കന്ദസ്യ മാതു പയസാമ്രസജ്ഞ, ഹേമകുംഭങ്ങളാകുന്ന സ്തനങ്ങളിൽ നിന്ന് പയസ്സിനെ നൽകി പാർവതീദേവി പരിരക്ഷിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഈ ദേവദാരു വൃക്ഷം. അപ്പൊ സ്തന്യം നൽകുന്നത് പോലെ സുവർണ കലശങ്ങളിൽ നിന്ന് അതിനെ പയസ് നൽകുന്നു. പയസ് എന്നുള്ള വാക്കിന് പാല് എന്നും അർത്ഥമുണ്ട്, ജലം എന്നും അർത്ഥമുണ്ട്. അറിയാമല്ലോ പയസ് അല്ലെ, പീയതേ പാനം ചെയ്യപ്പെടുന്നത്. അമ്മയിൽ നിന്ന് ശിശു പാനം ചെയ്യുന്നത് പയസ് പാല്. ഭൂമിയാകുന്ന അമ്മയിൽ നിന്ന് നമുക്ക് പാനം ചെയ്യാൻ പാകത്തിന് കിട്ടുന്നത് പയസ് വെള്ളം. അതുകൊണ്ടാണ് അങ്ങനെ ആയിട്ടുള്ളത്. അങ്ങനെ ഉള്ള ആ വൃക്ഷം ആ ദേവദാരു കുറച്ച് വലുതായി. വലുതായ സമയത്ത് ഒരു കാട്ടാന വന്നിട്ട് അതിന്റെ മുകളിൽ അതിന്റെ ഗണ്ഡസ്ഥലം അങ്ങോട്ട് ഒരസി. അതോടെ എന്തായി തീർന്നു? അതിന്റെ തൊലി അങ്ങോട്ട് പോയി. കണ്ടൂയമാനേന കടം കഥാചിത് വന്യദ്വിപേന ഉന്മദിതാത്വഗസ്യ അധൈനം അദ്രേസ്തനയാ ശുശോച സേനാന്യമാരീടമിവാസുരാസ്ത്രൈഹി. ആ വൃക്ഷത്തിന്റെ ആ തൊലി പോയത് കണ്ടപ്പോ സ്കന്ദൻ സുബ്രഹ്മണ്യനെ അസുരന്മാരുടെ അസ്ത്രമേറ്റ് ശരീരത്തില് മുറിവേറ്റതുപോലെയാണ് ആ അമ്മയ്ക്ക് തോന്നിയത്. അപ്പൊ നോക്കൂ, അമ്മയിലെ ആ വാത്സല്യം, ആ വാത്സല്യാതിരേഖം നോക്കുക അല്ലെ. പുത്രനെ പോലെ കണ്ടപ്പോ എന്റെ സുബ്രഹ്മണ്യനെ പോലെ അല്ലേ ഇത് ഈ വൃക്ഷം. എന്നിട്ട് എന്താണ്, ഒരു സിംഹത്തെ തന്നെ അവിടെ, ഇനി കാട്ടാൻ ഇവിടെ വരരുത്, ഒരു സിംഹത്തെ തന്നെ അവിടെ നിയോഗിക്കുകയാണ് ചെയ്യുന്നത്. ആ സിംഹമാണ് ദിലീപൻ നോക്കിക്കൊണ്ടിരുന്ന പശുവിനെ ആക്രമിച്ചത്. അതങ്ങനെ കഥ പോകുന്നു. എല്ലാം കൂടെ പറയാൻ നമുക്ക് നേരമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളവിടെ നിർത്താണ്. അപ്പൊ ഇങ്ങനെ ഇതാണ് ആ അമ്മയുടെ ആ വാത്സല്യം. ഒരേ സമയം തന്നെ എന്താണ്, വലിയ യുദ്ധവീര്യത്തോടുകൂടി ഒട്ടുങ്ങാത്ത യുദ്ധക്കലിയോടെ പോകുന്ന ഒരു ദേവി. അപ്പോഴേക്കും എന്താണ് അതിരില്ലാത്ത മാതൃസ്നേഹത്തിൽ ആപ്ലാവിതയായി തീരുന്ന ദേവി. ഈ ദേവിയുടെ ഭാവം എന്താണ്? ഇത് ദുർഗയാണോ? ഇത് മറ്റേതെങ്കിലും രൂപത്തിലുള്ള, ഇത് കാളിയാണോ? അല്ലെ, ഏത് ദേവിയാണ് ഇത്? അവ്യാകൃതയാണ് ഈ ദേവി. ഏത് രൂപവും കൈക്കൊള്ളാൻ കഴിയുന്ന ദേവിയാണ് ഇത്. ആ ദേവി എന്ത് ചെയ്യട്ടെ? ആ ദേവി എല്ലായ്പ്പോഴും നമ്മളെ രക്ഷിക്കട്ടെ. ഏത് വിധത്തിൽ, ഏത് ഭാവം കൊണ്ട് നമ്മൾ രക്ഷിക്കാം. രുദ്രഭാവം കൊണ്ട് രക്ഷിക്കണമെങ്കിൽ അങ്ങനെ, സാത്വികമായ ഭാവം കൊണ്ട് രക്ഷിക്കണമെങ്കിൽ അങ്ങനെ, താമസഭാവം വേണം, അതുകൊണ്ട് എല്ലാം അറിയാം. അപ്പൊ അങ്ങനെയുള്ള ദേവി നമ്മളെ രക്ഷിക്കട്ടെ എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. സർഗസ്ഥിത്യന്തകൃത്യവ്യസനി വിധി വിരിഞ്ചേശ്വര പ്രാണിതി പ്രാഗ് യദ്ഭൂതാധാരഭൂതാനുദയലയ പരാകാശമാ മാത്രാവകാശ ജാതാർജുന്യ യയാസ്മോ വയമഹിത ഹൃദാസ്തർണക പൂർണകാമാഹ സാ സേനാവ്യൂഹ വൃത്താദൃത വസതി പരാ ദേവത അവ്യാകൃതാവ്യാത്. നമസ്കാരം സാർ. ഒരു ചോദ്യം ഞാൻ എന്റേത് വായിക്കുന്നതിന് മുമ്പേ, ഇതിലൊരു പ്രാർത്ഥന ഇല്ലല്ലോ, ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ ഉള്ളൂ. ഇതിലൊരു പ്രാർത്ഥനയായിട്ട് കണ്ടോ? അവ രക്ഷിക്കുമാറാകട്ടെ എന്നാണ്. ഞാൻ എഴുതിയപ്പോ ദേവി സ്വോത്സാഹം കുടികൊള്ളുന്നു വരെ എനിക്ക്, മറ്റതിലെല്ലാം ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ. അപ്പൊ ഇതിൽ പ്രാർത്ഥന ഇല്ലാന്ന് തോന്നി എനിക്ക്. അത് വിധിയിലാണെന്നേ ഉള്ളൂ. രക്ഷിക്കട്ടെ എന്നാണ്. അവ്യാത് എന്നുള്ളതിന്റെ അർത്ഥം രക്ഷിക്കട്ടെ എന്നാണ് കേട്ടോ. ഞാൻ എഴുതിയപ്പോ അതില് രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. വ്യാഖ്യാനത്തിൽ അത് എഴുതിയിട്ടുണ്ട്, രക്ഷിക്കട്ടെ. അവസാനം. അത് ശരി. അപ്പൊ അതനുസരിച്ച് ഞാൻ മാറ്റിക്കോളാം. ഇത് ഞാനൊന്ന് വായിക്കാം, അത് കഴിഞ്ഞിട്ട് ആ ഭാഗം ഞാൻ മാറ്റിക്കോളാം. പ്രപഞ്ച സൃഷ്ടി സ്ഥിതിലയങ്ങളിൽ വ്യാപൃതരായിരിക്കും ത്രിമൂർത്തികൾ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർക്കു പ്രാണനാം ദേവി. പഞ്ചഭൂതങ്ങൾക്കുമാധാരമായി അവയഞ്ചിനും ജനിക്കും മുൻപും അതുപോൽ പ്രളയശേഷവും ആത്മരൂപേണ നിലകൊള്ളുവാൻ അവകാശം ആകാശമാമിടമേകുന്ന ദേവി. ആസുരശക്തികളാം ശത്രുക്കളാൽ
മുൻപേ തന്നെ അപഹരിക്കപ്പെട്ട നമ്മൾ പശുക്കിടാങ്ങളെ രക്ഷിച്ചു വീണ്ടെടുത്തെല്ലാ അഭീഷ്ടങ്ങളും സാധിപ്പിക്കും കാമധേനുവാം ദേവി സോത്സാഹം കുടികൊള്ളുന്നു അനിയതരൂപയായി പടയണി വട്ടത്തിൽ നിയതമായി പണിതൊരുക്കിയ ദിവ്യദേവാലയത്തിൽ. അതിലാ പ്രാർത്ഥന കൂടി ചേർത്താ മതി അല്ലേ? രക്ഷിക്കട്ടെ എന്നുള്ള. ഇതിൽ എത്ര ആശയങ്ങളാ സാർ? ഇത് അത്ഭുതമായിരിക്കുന്നു. കാരണം ഇതിലൊരു 12 കഥകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വല്ലാതെ നിറച്ചു വെച്ചിരിക്കുന്ന ഒരു ഭണ്ഡാരം പോലുണ്ടത്. ഇത് ഇവിടെ ഒന്നും തീർന്നതല്ല. ഇത് മാത്രമല്ല, മുമ്പ് പറഞ്ഞിട്ടുള്ളതിലും ഒക്കെ ഇതുപോലെ. പക്ഷെ ഇത് കുറെ ഭയങ്കര സാന്ദ്രമാണെന്ന് എനിക്ക് തോന്നി. അതെ 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 അതെ. ഈ ശ്ലോകത്തെ പറ്റി ഒരു കഥയാണ് സാർ. ഈ ശ്ലോകത്തെ പറ്റി ഒരു കഥ കൂടെ ഉണ്ട്. അത് സ്വാമിയുടെ ജീവചരിത്ര സംശയത്തിൽ അത് പറയുന്നുണ്ട്. ഒരുപക്ഷെ പ്രസന്നകുമാർ ഇവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹം അത് കൂടുതൽ വിശദമായിട്ട് പറയും. അതായത് ഈ ക്ഷേത്രത്തെ കൂടുതലായിട്ട് നമ്മൾ അറിയപ്പെടുന്ന ഒന്നല്ല. സ്വാമി വളരെ കാലം അവിടെ മധ്യ തിരുവിതാംകൂറിലെ ആ താമരക്കുളം എന്ന സ്ഥലത്ത് ആറമ്പിൽ ഉണ്ണിത്താൻ എന്നൊരു പ്രഭു കുടുംബം ഉണ്ടായിരുന്നു. അവിടെ അദ്ദേഹം ഒരു കുടുംബത്തിൽ അദ്ദേഹം കുറെ കാലം കഴിയാനിടയായി. അതിനടുത്തുള്ളതാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തെ പറ്റി ജീവിതത്തിൽ പറയുന്ന കാര്യങ്ങള് പ്രസന്നകുമാർ ഓർക്കുന്നെങ്കിൽ പറഞ്ഞായിട്ട്. പ്രസന്ന എത്തിയിട്ടുണ്ടല്ലോ. നമസ്തേ, എല്ലാവർക്കും നമസ്തേ. ചേട്ടൻ പറഞ്ഞതുപോലെ നമ്മുടെ സ്വാമിയുടെ ശിഷ്യനായിരുന്ന ഗോവിന്ദൻ ഉണ്ണിത്താൻ, ആറമ്പിൽ ഗോവിന്ദൻ ഉണ്ണിത്താന്റെ മഠത്തിൽ താമസിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അത് 1920 പ്രസിദ്ധീകരിച്ച നീലാണ്ട തീർത്ഥസ്വാമിയുടെ ചരിത്ര സംശയത്തിലെ 139 പേജ് മുതൽ ഇത് പറയുന്നുണ്ട്. അതായത് അവിടെ അടുത്തുള്ള ഈ പടയണിവട്ടം ക്ഷേത്രത്തിന്റെ ഗോപുരത്തിൽ സ്വാമി ഒരു കീർത്തന ശ്ലോകം എഴുതി വെച്ചു. അത് കണ്ടിട്ട് അവിടെ അടുത്തുള്ള വേറെ കുറെ ആൾക്കാർ, ഇലിപ്പിക്കുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ആൾക്കാർ ഇത് പകർത്തിയെടുത്ത് പന്തളത്ത് വിദ്വദ്രാജ ശിഖാമണികളെ കാണിച്ച് ഇത് സ്വാമിയുടെ ഈ എഴുതിയത് മോശമാണ്, അതിനൊക്കെ നല്ലത് ഉണ്ടാകാം എന്ന് പറഞ്ഞ് കാണിച്ചു. പക്ഷെ അദ്ദേഹം ഇത് കണ്ടത് ഇത്രയ്ക്ക് ഗംഭീരമായതിന്റെ പേരിൽ മറുപടി പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ അതുപോലെ മേന്മയുള്ളതായിരുന്നു. അപ്പൊ സ്വാമിക്ക് ആ മേന്മ മറ്റവർ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല. ഇതെല്ലാം കണ്ടിട്ട് പിന്നെ സ്വാമി, നമ്മുടെ ചട്ടമ്പി സ്വാമി ഗുരു പറഞ്ഞു, സ്വാമി ദർശിച്ചിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളെ കുറിച്ചും ഈ നല്ല രീതിയിൽ വേദാന്തപരമായി ശ്ലോകരീത രൂപത്തിൽ എഴുതണമെന്ന് പറഞ്ഞതിന് അടിസ്ഥാനത്തിലാണ് ഈ ദിവ്യക്ഷേത്ര ആദർശം എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത്. അതിൽ തന്നെ അത് എഴുതി ഡ്രാഫ്റ്റ് ആർട്ട് എഴുതി ചട്ടമ്പി സ്വാമികളെ കാണിച്ചപ്പോ ചട്ടമ്പി സ്വാമി പറഞ്ഞു, ഇതിൽ ഓച്ചറയെ കുറിച്ചില്ലല്ലോ. അപ്പൊ പറഞ്ഞു എന്നെങ്കിൽ സ്വാമി പറഞ്ഞു, അത് ഓച്ചറയെ കുറിച്ച് എഴുതാൻ അവിടെ വർണ്ണനീയങ്ങളായ സംഗതികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ചട്ടമ്പി സ്വാമി പറഞ്ഞു, എന്നെങ്കിൽ പിന്നെ അവിടെ ഒന്നും ഇല്ല എന്ന് എഴുതിയേക്കണം. ഇത് കേട്ടതോടുകൂടി, ഗുരുവിന്റെ ഈ വാക്ക് കേട്ടതോടുകൂടി അദ്ദേഹത്തിന് മനസ്സിലായി അതിൽ എന്തൊക്കെയോ ആ അർത്ഥം ഉണ്ട്, ആ ഒന്നും ഇല്ല എന്ന് പറയുന്നതിൽ. അതിന്റെ പേരിലാണ് പിന്നെ ഓച്ചറയെ കുറിച്ചൊരു ശ്ലോകം എഴുതുന്നത്. അത് നമ്മുടെ അടുത്ത ആഴ്ചയല്ലേ പരമ്പരയിൽ വരുന്നതായിരിക്കും ഓച്ചറയെ കുറിച്ച് എഴുതിയ ശ്ലോകം. ഇതാണ് അതിന്റെ ആ ഒരു ചരിത്രം. ഇത് നമ്മുടെ 2012 എഴുതിയ പ്രസിദ്ധീകരിച്ച ചരിത്ര സംശയത്തിലാണെങ്കിൽ 109 പേജ് മുതൽ കിടപ്പുണ്ട്. അതെല്ലാവർക്കും റെഫർ ചെയ്യാവുന്നതാണ്. ആ കഥ വ്യക്തമായിട്ട് അതിനകത്തുണ്ട്. താങ്ക് യു. അത് ശരി. ഞാൻ പെട്ടെന്ന് ഇറങ്ങൂട്ടെ. ഞാൻ ഗുരുവായൂരിലാണ് ഉള്ളത്. ഒരു കുറച്ച് ചുമതലകളുണ്ട് ഇവിടെ. അതെനിക്ക് നീണ്ട നേരം ആണ്. ഞാൻ ഇറങ്ങി, ഇപ്പൊ തന്നെ ഞാൻ ഇറങ്ങുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ അനുഭവത്തിൽ കൂടി ഞാൻ ഇറങ്ങുക. ശരി സാർ, ഞാൻ ഇറങ്ങിക്കോട്ടെ. ശരി സാർ, ശരി സാർ. ശ്രീ ഗുരുഭ്യോ നമഃ. റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ. അതായത് നമുക്ക് ആ നിർവ്വാണ ഷട്കം ഇന്ന് കൂടുതലായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ഗജേന്ദ്രമോക്ഷം എന്നുള്ള പെയിന്റിങ് നമ്മൾ കണ്ടിട്ടുണ്ട്. മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെ പറ്റി പറഞ്ഞ കൂട്ടത്തിൽ അതിൽ റെഫറൻസ് സ്വാമി പറഞ്ഞല്ലോ, ഗജേന്ദ്രൻ വിഷ്ണു ഭഗവാൻ ഗരുഡന്റെ പുറത്ത് കയറി വന്ന് ഈ കരിവരനെ രക്ഷിച്ച കഥ. ഈ ഒരു പശ്ചാത്തലത്തിലായിരിക്കണം രാജാ രവിവർമ്മ, മാവേലിക്കരയല്ല അദ്ദേഹം ജനിച്ചത് എങ്കിൽ പോലും അദ്ദേഹം അവിടെയാണ് കഴിഞ്ഞത്. ആ
ഒരു പെയിന്റിങ്, രാജാ രവിവർമ്മ പെയിന്റിംഗ് സ്കൂൾ എന്ന് പറഞ്ഞൊരെണ്ണം മാവേലിക്കരയുണ്ട്, വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒന്നാണ്. അദ്ദേഹത്തിന്റെ ആ പ്രസിദ്ധമായ പെയിന്റിങ് ഞാൻ ഓർത്തു പോവുകയാണ് ഈ ശ്ലോകം സാർ വിവരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞത് എന്ന് മാത്രം. മറ്റ് എന്തെങ്കിലും അഭിപ്രായങ്ങൾ? പടയണികളിയെ പറ്റി സോമന് വളരെയേറെ പറയാൻ കഴിയും. അവരുടെ നാട്ടിലോട്ട് ഈ പടയണി വളരെ കളിക്കുന്ന പ്രാക്ടീസ് ഉള്ളവർ. എന്തെങ്കിലും പറയുന്നോ സോമൻ? കൂടുതൽ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്നോ? എന്ത് പറയാനാ കോച്ചേട്ടാ, ഈ അയിരൂർ പടയണി നിർത്തിച്ചതാണ് NSSന്റെ ആദ്യ കാലത്ത്. ആശാനും എല്ലാം കൂടെ പടയണി നിർത്തി, വേണ്ടാന്ന് പറഞ്ഞു. അതായത് ഒരു വർഷം സമ്പാദിക്കുന്ന പണം മുഴുവൻ ഒരു പടയണിക്ക് ചെലവാക്കുക, അതൊരു ശോചനീയമായ പരിപാടിയാണെന്ന് പറഞ്ഞ് പടയണി നിർത്തിച്ചത്. അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിരുന്നു. സ്വാമിയുടെ മറ്റൊരു ശിഷ്യൻ തന്നെയാണ് തീർത്ഥപാദ സ്വാമികളാണ് അവിടെ താമസിച്ചിട്ട് ഈ ഇങ്ങനെ ദുർവിനിയോഗം നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അതിനുശേഷമാണ് സഭയൊക്കെ സ്ഥാപിതമാകുന്നത്. നമുക്ക് നിർവ്വാണ ഷഡ്കത്തോടുകൂടി നമുക്ക് സമാപിക്കാം. ഓം വിദ്യാധിരാജായ നമഃ. മനോബുദ്ധ്യഹങ്കാര ചിത്താനി നാഹം ന ജ ശ്രോത്രജിഹ്വേ ന ജ ഘ്രാണനേത്രേ ന ജ വ്യോമ ഭൂമിർന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന ച പ്രാണസഞ്ജോ ന വൈ പഞ്ചവായു ന വാ സപ്തധാതുർന വാ പഞ്ചകോശ ന വാക്പാണിപാദം ന ചോപസ്തവായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന മേ ദ്വേഷരാഗൗ ന മേ ലോഭമോഹൗ മദോ നൈവ മേ നൈവ മാത്സര്യഭാവ ന ധർമ്മോ ന ചാർത്ഥോ ന കാമോ ന മോക്ഷ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദാ ന യജ്ഞാ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്ത ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന മൃത്യുർന ശങ്ക ന മേ ജാതിഭേദ പിതാ നൈവ മേ നൈവ മാതാ ച ജന്മ ന ബന്ധുർന മിത്രം ഗുരുർനൈവ ശിഷ്യ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം അഹം നിർവികൽപോ നിരാകാരരൂപോ വിഭുത്വാച്ച സർവത്ര സർവേന്ദ്രിയാണാം ന ചാസംഗതം നൈവ മുക്തിർന മേയ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഓം വിദ്യാധിരാജായ നമഃ. ഓം ഗുരുഭ്യോ നമഃ.